1976 ഫെബ്രുവരി 26-നാണ് ഞാൻ എൻ്റെ മകൻ രാജനെ അവസാനമായി കാണുന്നത്. അവനന്ന് കോഴിക്കോട് നിന്ന് 13 കിലോമീറ്റർ ദൂരത്തുള്ള ചാത്തമംഗലം റീജിയണൽ എഞ്ചിനീയറിംഗ് കോളേജിൽ അവസാന വർഷ വിദ്യാർത്ഥിയായിരുന്നു. ഞാൻ കോഴിക്കോട് ഗവൺമെൻറ് ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ ഹിന്ദി പ്രൊഫസറും. മുതലക്കുളത്തിനടുത്ത് ജനറൽ ആശുപത്രിയുടെ എതിർവശത്തുള്ള കേരള ഭവൻ ലോഡ്ജിലായിരുന്നു എൻ്റെ താമസം. രാജൻ കൂടെ കൂടെ വന്ന് എന്നെ കാണും. കുറച്ച് പൈസ വാങ്ങാനായിരുന്നു അവൻ്റെ അവസാനത്തെ വരവ്. ഫെബ്രുവരി 26-ന് ഞാൻ അവനെ ലോഡ്ജ് മുറിയിൽ വെച്ച് കണ്ടു. രാത്രി 7 മണി കഴിഞ്ഞിരിക്കണം. പഠനാവധിക്ക് വീട്ടിൽ വരണമെന്ന് ഞാൻ അവനോട് പറഞ്ഞു. വരാമെന്ന് അവൻ തലയാട്ടി. 1976 മാർച്ച് 1-ന് തിങ്കളാഴ്ച ഞാൻ കോളേജിലെത്തിയപ്പോഴാണ് രാജനെ പോലീസ് പിടിച്ചുകൊണ്ടുപോയി എന്ന വിവരം ലഭിച്ചത്. അപ്പോൾ DRDAയിൽ എഞ്ചിനീയറായ കർമ്മചന്ദ്രൻ എന്ന രാജൻ്റെ സുഹൃത്താണ് കോളേജിൽ വിളിച്ച് വിവരം പറഞ്ഞത്. അപ്പോൾ സമയം 10 മണിയായിട്ടില്ല. പ്രിൻസിപ്പലിൻ്റെ അനുവാദം വാങ്ങി ഞാൻ ചാത്തമംഗലത്തേക്ക് തിരിച്ചു. കോളേജ് പരിസരം ശ്മശാനമൂകമായിരുന്നു. 29-ന് രാവിലെയായിരുന്നു രാജനെ അറസ്റ്റ് ചെയ്തത്. തലേ ദിവസം രാത്രി ഫാറൂഖ് കോളേജിലെ ഫെസ്റ്റിവലിൽ പങ്കെടുത്ത് പുലർച്ചെ ഹോസ്റ്റലിൻ്റെ മുന്നിൽ ബസ്സിൽ വന്നിറങ്ങിയപ്പോഴായിരുന്നു അറസ്റ്റ്. അവനെ ആദ്യം കോഴിക്കോട്ടേക്കും പിന്നീട് കായണ്ണ പോലീസ് സ്റ്റേഷൻ ആക്രമണത്തിൻ്റെ അന്വേഷണത്തിനായി സ്ഥാപിച്ച കക്കയത്തെ ക്യാമ്പിലേക്കും കൊണ്ടുപോയതായി അറിഞ്ഞു. കക്കയം ക്യാമ്പിൽ പോയിട്ട് കാര്യമില്ല എന്നാണ് വിവരമെങ്കിലും അവനെ തിരഞ്ഞ് ഞാൻ കക്കയത്തേക്ക് പോയി. അടിയന്തരാവസ്ഥയുടെ 50-ാം വാർഷികമാണ്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അടിയന്തരാവസ്ഥയുടെ ഒരു രാഷ്ട്രീയ പ്രതീകം എന്ന് പറയുന്നത് രാജനാണ്. അടിയന്തരാവസ്ഥയിൽ പോലീസ് മർദ്ദനമേറ്റ് കൊല്ലപ്പെട്ട രാജൻ. ഒപ്പം തന്നെ നമ്മൾ ഓർക്കേണ്ട ഒരു പേരാണ് രാജൻ്റെ അന്വേഷണം നടത്തിയിട്ടുള്ള, രാജൻ എന്ത് സംഭവിച്ചു എന്നുള്ള അന്വേഷണം നടത്തിക്കൊണ്ടിരുന്നിരുന്ന രാജൻ്റെ അച്ഛൻ പ്രൊഫസർ TV ഈശ്വരവാര്യർ. ഒരച്ഛൻ്റെ ഓർമ്മക്കുറിപ്പുകൾ എന്ന ഒരു പുസ്തകം സമർപ്പിച്ചിരിക്കുന്നത് അടിയന്തരാവസ്ഥയിലെ പീഡിതർക്കാണ്. രാജൻ്റെ ചേച്ചി പ്രൊഫസർ TV ഈശ്വരവാര്യരുടെ മകൾ രമ ആണ് ഇന്ന് നമ്മളോടൊപ്പം ചേരുന്നത്. അടിയന്തരാവസ്ഥയ്ക്ക് 50 വർഷം തികയാണ്. ഒരച്ഛൻ്റെ ഓർമ്മക്കുറിപ്പുകൾ ഞാൻ ഇന്ന് രാവിലെയും കൂടെ വായിച്ചതേ ഉള്ളൂ. പുറത്തു നിൽക്കുന്ന ആൾക്കാർക്ക് ഒരു രാഷ്ട്രീയ പ്രതീകമായിട്ടൊക്കെയാണ് രാജൻ എന്ന് പറയുന്നത്. രാജൻ്റെ ആ വിഖ്യാതമായ ചിത്രവും ആ സംഭവങ്ങളൊക്കെ രാജനെ പരാമർശിക്കാതെ അടിയന്തരാവസ്ഥയെക്കുറിച്ചുള്ള ഒരു പറച്ചിലും പൂർണ്ണമാവില്ല. പക്ഷേ അമ്മയെ സംബന്ധിച്ചിടത്തോളം ആ ഓർമ്മകൾ എന്ന് പറയുന്നത് കുറെ കൂടെ വൈകാരികമാണ് സത്യത്തിൽ, അല്ലേ? അച്ഛനെ കുറിച്ചുള്ള ഓർമ്മകളും ഈശ്വരവാര്യരെ കുറിച്ചുള്ള ഓർമ്മകളും രാജൻ എന്നൊക്കെ പറയുന്നത് നമ്മൾ കാണുന്നത് പോലെയല്ല. അത് കുറെ കൂടി വൈകാരികവും ആ അനുഭവങ്ങളിൽ കൂടി നേരിട്ട് കടന്നുപോയിട്ടുള്ള ഒരാളാണ് മുത്തശ്ശൻ. ഇപ്പോൾ നമ്മളെല്ലാവരും പരിചയമുള്ള ആളുകളെല്ലാം മുത്തശ്ശൻ എന്നാണ് പ്രൊഫസർ TV ഈശ്വരവാര്യരെ വിളിക്കുന്നത്. അച്ഛനെ കുറിച്ചുള്ള ഒരു ഓർമ്മകളിൽ നിന്ന് തന്നെ നമുക്ക് തുടങ്ങാമെന്ന് എനിക്ക് തോന്നുന്നു. അച്ഛനിപ്പം ഇന്നില്ല, മരിച്ചിട്ട് കുറച്ച് വർഷങ്ങളായി. ഈ ഒരു കാലഘട്ടത്തിൽ കൂടെ അച്ഛൻ എങ്ങനെയായിരുന്നു, അതായത് പ്രൊഫസർ TV ഈശ്വരവാര്യരുടെ ഒരു ജീവിതം, നമ്മൾ ഒരുമിച്ചുള്ളൊരു ജീവിതം എങ്ങനെയായിരുന്നു? എനിക്ക് ഇതിനൊന്നും പറഞ്ഞിട്ടുള്ള യാതൊരു പരിചയവും ഇല്ല. പക്ഷേ ഞാൻ പറയണത് എന്താണെന്ന് വെച്ചാൽ, ഞാൻ ഒരിക്കലും ഇതിനെപ്പറ്റി പരാമർശിക്കാൻ ഇഷ്ടപ്പെടുന്നില്ല. എന്നാലും എൻ്റെ അച്ഛൻ മരിച്ച് ഇത്രയും കാലം കഴിഞ്ഞതിന് ശേഷവും കൂടി എല്ലാവരും ജനം ഓർക്കുന്ന ഒരാളായി എന്ന് മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ മരിക്കുന്ന വരെയുള്ള ഒരേ ഒരു മുദ്രാവാക്യം അച്ഛൻ ഇതെല്ലാം വരും തലമുറയെ അറിയിക്കണം എന്നുള്ളതായിരുന്നു. ഇതൊക്കെ കൊണ്ട് മാത്രമല്ല, ഇതെനിക്ക് എല്ലാവരോടും പറയാൻ മനസ്സില്ല. അച്ഛൻ തന്നെ ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എനിക്ക് വിഷമമുള്ള കാര്യമായിരുന്നു. പക്ഷേ എന്നാലും എൻ്റെ മകളുടെ ഏറ്റവും അടുത്ത കൂട്ടുകാരി മനില നിർബന്ധിച്ച കൊണ്ട് ഞാൻ ഇത് പറയാം എന്നാണ് വിചാരിക്കുന്നത്. പിന്നെ എന്താണെന്ന് വെച്ചാൽ, എൻ്റെ അച്ഛന് ഈ പറഞ്ഞ പോലെ ഇത്രയും കാലം 85 വയസ്സ് വരെ ജീവിച്ചു. എന്നാൽ അദ്ദേഹത്തിന് മനസ്സിന് ഒരു സുഖം എന്ന് പറഞ്ഞത് ഒരിക്കലും ഉണ്ടായിട്ടില്ല. എന്നാലും അദ്ദേഹത്തിൻ്റെ ഒരാളെ പോലും ദ്രോഹിക്കില്ലായിരുന്നു. പക്ഷെ അദ്ദേഹത്തിൻ്റെ
കുടുംബത്തിന് ഞങ്ങൾക്ക് വേണ്ടിയിട്ട് വളരെയധികം, അത് മാത്രമല്ല അദ്ദേഹത്തിൻ്റെ ബന്ധുജനങ്ങൾക്കും അദ്ദേഹത്തിൻ്റെ ശിഷ്യർക്കും എല്ലാവർക്കും വേണ്ടി അദ്ദേഹം ഏറ്റവും അധികം സഹപ്രവർത്തകർക്കും വേണ്ടി വളരെയധികം ഒരു പ്രവർത്തിച്ചിരുന്ന ആളായിരുന്നു. വളരെ അദ്ദേഹത്തിന് ഞങ്ങളോടുള്ള പോലെ തന്നെ അദ്ദേഹത്തിന് ശിഷ്യരോടും ഒരു വാത്സല്യമായിരുന്നു. അതുപോലെ ഞാൻ അറിഞ്ഞിടത്തോളം സഹപ്രവർത്തകരുടെ അടുത്തും അതെ അങ്ങനെ തന്നെയായിരുന്നു. അങ്ങനെ ഒരു ഇതായത് മാത്രമല്ല അദ്ദേഹം ഏത് കാലത്തും അദ്ദേഹം എന്ത് വിചാരിച്ചോ അത് അതേപോലെ ഞങ്ങൾ ആര് പറഞ്ഞാലും കേൾക്കില്ല. ഞങ്ങൾക്ക് വളരെയധികം ചില സമയത്ത് വിഷമം തോന്നാറുണ്ട്. അച്ഛൻ വീണ്ടും വീണ്ടും ഇത് ഞങ്ങൾ ചോദിക്കും എത്ര കാലം കഴിഞ്ഞാൽ അത് മറക്കണ്ടേ, ഇതൊക്കെ കുറച്ച് നമ്മൾ മറക്കുക. പക്ഷെ അത് അച്ഛൻ ഒരിക്കലും അത് സമ്മതിച്ചിരുന്നില്ല. അങ്ങനെ അസുഖം വന്ന് വയ്യാതായി കിടക്കുന്ന വരെ ഇത് തന്നെയായിരുന്നു. അപ്പം അങ്ങനെയൊക്കെ ആയിരുന്നു. അങ്ങനെ കാലം കഴിഞ്ഞു. 84 വയസ്സ് വരെ ജീവിച്ചു. മാത്രമല്ല എനിക്ക് ഒരു മകൾ എന്നുള്ള നിലയ്ക്ക് എനിക്ക് ഏറ്റവും ഒരു താങ്ങും തണലും ആയിരുന്നത് എൻ്റെ അച്ഛനായിരുന്നു. അവസാന കാലത്ത് ഒരു കുറച്ചധികം കാലം എൻ്റെ കുട്ടികൾക്കും എനിക്കും വേണ്ടിയിട്ട് എന്ത് കാര്യത്തിനും അച്ഛൻ തന്നെയായിരുന്നു ഒരു ബലമായിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഈ പുസ്തകം ഉണ്ടല്ലോ, ഒരച്ഛന്റെ ഓർമ്മക്കുറിപ്പുകള്, അത് ശരിക്കും വന്നിട്ട് 25 കൊല്ലായി. അടിയന്തരാവസ്ഥയുടെ 25ാമത്തെ വർഷത്തിലാ മുത്തശ്ശൻ ഈ പുസ്തകം എഴുതുന്നത്. അത് എഴുതിയതൊക്കെ ഓർമ്മ ഉണ്ടാവുമല്ലോ, അമ്മയ്ക്ക് ഓർമ്മ ഉണ്ടാവുമല്ലോ. അത് എഴുതാമെന്ന് തീരുമാനിച്ചത് എന്തുകൊണ്ടാ? അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ഞങ്ങളുമായിട്ട് ഈ വക കാര്യങ്ങളൊന്നും അച്ഛൻ സംസാരിക്കാറില്ല, ഡിസ്കസ് ചെയ്യാറില്ല. ചോദിച്ചാൽ ഞങ്ങൾ നോന്നേ പറയുള്ളൂ. അതുകൊണ്ട് ഞങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്യാറില്ല. അച്ഛൻ്റെ മനസ്സിലുള്ള കാര്യങ്ങൾ അച്ഛൻ തീരുമാനിച്ച് ഉറച്ചാൽ അത് ചെയ്യും. അങ്ങനെയായിരുന്നു. അപ്പോൾ അങ്ങനെ അച്ഛനെ കാണാൻ വരുന്ന ആളുകൾ നല്ല അപ്പം അവര് ഇതായിട്ട് തന്നെ സമ്മർദ്ദം തന്നെത്താൻ തന്നെ തോന്നിയിട്ട് വേറെ ചിലരെ അപ്രോച്ച് ചെയ്തിട്ട് ആണ് ഇത് മറ്റേ പുസ്തകം എഴുതിയത്. അന്ന് പുസ്തകം എഴുതിയത് എനിക്ക് നല്ലപോലെ ഓർമ്മയുണ്ട്. അച്ഛൻ എന്താ വെച്ചാൽ ഒരു കുറേ കാലമായിട്ട് കണ്ണ് ഓപ്പറേഷൻ ചെയ്തിട്ടൊന്നും അത് ഇതായില്ല, വായിക്കാനുള്ള പറ്റിയിരുന്നില്ല. അപ്പം നല്ലവണ്ണം വിവരങ്ങൾ അറിയണം എന്നുള്ള നല്ലവണ്ണം ഉണ്ടായിരുന്നു. അപ്പം ആള് കുറേ കാലം ഇത് ന്യൂസൊക്കെ മറ്റേ ഇതിലൊക്കെ എന്താണ് പറ്റാത്ത സമയത്ത് മക്കളൊക്കെ കമ്പ്യൂട്ടറിലൊക്കെ കുറച്ച് വലുതാക്കിയൊക്കെ കാണിച്ചു കൊടുക്കുമായിരുന്നു. അതുകൂടാണ്ട് പിന്നെ അവസാനം TV വന്നപ്പോൾ TV വാർത്ത കൊണ്ടാണ് അദ്ദേഹം തൃപ്തിപ്പെട്ടിരുന്നത്. അങ്ങനെ അപ്പോൾ അച്ഛനങ്ങനെ ഞങ്ങളോട് മുഴുവനും ഇതായിട്ടല്ല ഡിസ്കസ് ചെയ്തിട്ടില്ല ഇതൊന്നും ചെയ്യാറുള്ളത്. സ്വന്തം ഇഷ്ടമുള്ളൂ ആ കാര്യങ്ങളിലൊക്കെ. അങ്ങനെയായിരുന്നു. എന്താന്ന് വെച്ചാൽ ഞങ്ങൾക്കും അത് ഇഷ്ടമില്ല. അത് കാരണം എന്താ വെച്ചാൽ ഇത് വീണ്ടും വീണ്ടും ആളെ ഓർമ്മിക്കുകയല്ലേ, അതായിരുന്നു വിഷമം ഉണ്ടായിരുന്നത്. പിന്നെ പലതരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങളും ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്. അങ്ങനെ അമ്മ ഈ പുസ്തകം വായിച്ചിട്ടില്ല എന്ന് കഴിഞ്ഞ ദിവസം എൻ്റെ അടുത്ത് പറഞ്ഞു. എന്താ അങ്ങനെ വായിക്കണ്ടെന്ന് തീരുമാനിച്ചതാണോ അതോ വായിക്കാൻ പറ്റില്ല? എനിക്ക് അതൊന്നും വായിക്കാൻ പറ്റില്ല. എനിക്ക് അതിന് പറ്റുന്ന അതിലത്തെ എൻ്റെ സ്റ്റോറി, ഞങ്ങളുടെ സ്റ്റോറി നല്ല സ്റ്റോറി അല്ലല്ലോ വായിക്കാനുള്ളത്. അതുകൊണ്ട് തന്നെയാണ്. ഇലക്ട്രിസിറ്റി ബോർഡിന്റെ ആസ്ബസ്റ്റോസ് മെഞ്ഞ പഴയ കെട്ടിടത്തിലായിരുന്നു കക്കയം ക്യാമ്പ് പ്രവർത്തിച്ചിരുന്നത്. ക്യാമ്പിന് മുന്നിൽ തടാകം പോലുള്ള ഒരു ജലാശയമുണ്ടായിരുന്നു. ഈ ജലാശയത്തിന് മുകളിലൂടെ ഒരു മരപ്പാലമിട്ട് ക്യാമ്പ് കരയുമായി ബന്ധിപ്പിച്ചു. തോക്ക് മുകളിലേക്ക് ഉയർത്തിപ്പിടിച്ച ഒരു പോലീസുകാരൻ ഇവിടെ സദാ ജാഗരൂകനായി നിലകൊണ്ടിരുന്നു. ഞാൻ ആ കാവൽക്കാരനോട് നേരെ ചെന്ന് വന്ന കാര്യം പറഞ്ഞു. അയാൾ വലിയ ഗൗരവത്തിലായിരുന്നു. പക്ഷേ എന്നോട് മോശമായ ഒരു വാക്കും പറഞ്ഞില്ല. നേരെ അയാൾ ക്യാമ്പിലേക്ക് പോയി. ക്യാമ്പിന്റെ സർവാധിപതി ജയറാം പടിക്കലായിരുന്നു. തിരിച്ചു വന്ന പോലീസുകാരൻ ക്യാമ്പിലേക്ക് പോകാൻ എനിക്ക് അനുവാദമില്ലെന്നും എൻ്റെ മകൻ രാജൻ ക്യാമ്പിൽ സുഖമായി ഇരിക്കുന്നുവെന്നും എന്നെ അറിയിച്ചു. പെട്ടെന്ന് മനസ്സിൽ കുളിർമ പരന്നു. അടുത്ത നിമിഷം ഞാൻ പറഞ്ഞു, എനിക്കെൻ്റെ മോനെ കാണണം. അയാൾ മല പോലെ മുൻപിൽ നിൽക്കുകയാണ്. തീർത്തും ഏകനായി നിന്ന് ഞാൻ ഒച്ച വെച്ചു. എൻ്റെ ശബ്ദം വല്ലാത്ത ഉച്ചത്തിലായിരുന്നു. എനിക്കൊന്നും ചെയ്യാൻ കഴിയില്ല, ഗാർഡ് പറഞ്ഞു. അയാളുടെ മുഖം എന്തുകൊണ്ടോ വിവരണമായിരുന്നു എന്ന് എനിക്ക് തോന്നി. എങ്കിൽ ജയറാം പടിക്കലിനെയെങ്കിലും കാണാൻ എന്നെ അനുവദിക്കുക, ഞാൻ വാശി പിടിച്ചു. ഒരു കുട്ടിയുടേതുപോലുള്ള എൻ്റെ ശാഠ്യം പിടിക്കൽ ജലാശയത്തിന്റെ പ്രതലങ്ങളിൽ തട്ടി നേർത്ത ഉരിരമ്പലോടെ പ്രതിധ്വനിച്ചു.
ഏറെ നേരം ഞാൻ ഗാർഡിന് മുന്നിൽ നിശ്ചേഷ്ടനായി നിന്നു. അയാളുടെ മുന്നിലേക്ക് ഉയർത്തിപ്പിടിച്ച തോക്ക് മാത്രം ഇടയ്ക്ക് വശങ്ങളിലേക്കായി. ഞാൻ പറയുന്നത് ശ്രദ്ധിക്കാതിരിക്കാൻ അയാൾ ശ്രമിച്ചുകൊണ്ടേയിരുന്നു. ഏകാന്തമായ കാത്തിരിപ്പിനിടയിൽ ഒരു കരച്ചിൽ എൻ്റെ തൊണ്ടയിൽ കുരുങ്ങി. കക്കയം ക്യാമ്പിന്റെ അകത്തളങ്ങളിലെ തടവുമുറിയുടെ സുഷിരങ്ങളിൽ നിന്ന് മകന്റെ അച്ഛാ എന്ന വിളി ഉയരുന്നുണ്ട് എന്ന് ഞാൻ സംശയിച്ചു. കുറെ കഴിഞ്ഞ് തളർന്ന് ഞാൻ തിരിഞ്ഞു നടക്കാൻ തുടങ്ങി. ഒരിക്കൽ കൂടി ക്യാമ്പിലേക്ക് തിരിഞ്ഞു നോക്കി. ആ പോലീസുകാരൻ എന്നെ തന്നെ നോക്കി നിൽക്കുകയാണ്. പെട്ടെന്ന് അയാൾ കുന്നിലെ പച്ചപ്പിലേക്ക് കണ്ണു തിരിച്ചു. മുത്തശ്ശനെ കാണാനേ നിറയെ ആളുകൾ എപ്പോഴും വീട്ടിൽ വരുമായിരുന്നല്ലോ, പലതരത്തിലുള്ള ആളുകൾ. അതൊക്കെ എന്തൊക്കെയാ ഓർമ്മ? കാണാൻ ഒരുപാട് ആളുകൾ വന്നിരുന്നു. അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകർ ധാരാളം വന്നിരുന്നു. അദ്ദേഹത്തിന് കുറച്ച് കൂട്ടുകാരായിട്ടുള്ള ആൾക്കാർ, അവരോടൊക്കെ വളരെയധികം ഏറ്റവും അധികം സ്റ്റുഡൻസിനോടാണ് വലിയ താല്പര്യം ഉണ്ടായിരുന്നത്. അച്ഛന് മറ്റേ ഹിന്ദി മാഷായിരുന്നു. അദ്ദേഹത്തിന് ഈ ആർസു എന്ന തൂലികാനാമത്തിൽ അറിയുന്ന ഒരു പ്രൊഫസർ സുരേന്ദ്രൻ, അദ്ദേഹം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു എല്ലാ തരത്തിലും അദ്ദേഹത്തിനുള്ള ഒരു മകന് തുല്യാണെന്നാണ് പറയണേ. ആർസു പറയണ ഇപ്പോഴും പറയാറുണ്ട് എന്നോട്. അങ്ങനെ പിന്നെ അതേപോലെ തന്നെ വേറെ സഹപ്രവർത്തകരുമാണ് അങ്ങനെ ഉള്ള ആൾക്കാര്. അങ്ങനെ കുറെ പേര് വന്നിരുന്നു. പിന്നെ ചില സമയങ്ങളിൽ ഓരോ പുസ്തക പ്രകാശനം ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഓമനക്കുട്ടൻ സാറ്, അവരൊക്കെ വലിയ ഒരു വളരെ ഇതായിരുന്നു, സുഹൃത്തുക്കളായിരുന്നു. അപ്പുകുട്ടൻ പള്ളിക്കുന്ന് പറയണ്ട, അദ്ദേഹം ശരിക്കും പുത്രതുല്യനായിരുന്നു. അങ്ങനെയായിരുന്നു അച്ഛൻ. എല്ലാവരും ആര് വന്നാലും അച്ഛനെ എന്റർടൈൻ ചെയ്യിക്കും. അതെനിക്ക് ചില സമയത്ത് വളരെയധികം ബുദ്ധിമുട്ടുകളും ഉണ്ടാക്കാറുണ്ട്, ഞാൻ വർക്ക് ചെയ്തിരുന്ന കാരണം കൊണ്ട്. എന്നാലും സമ്മതിക്കില്ല ആള്. അങ്ങനെയായിരുന്നു. പുസ്തകമൊക്കെ എപ്പോഴും വായിക്കുമായിരുന്നില്ലേ തുടക്കത്തില്? പുസ്തക വായനയൊക്കെ ഉണ്ടായിരുന്നില്ലേ? വായിക്കുകയൊക്കെ ചെയ്യായിരുന്നു. നമ്മള് പ്രിപ്പയർ ചെയ്യണതൊന്നും കാണില്ല ആള്. അങ്ങനെയായിരുന്നു. പക്ഷെ പുസ്തകം വായനയും അങ്ങനെ കാണാറില്ല. പക്ഷെ വിവരങ്ങളൊക്കെ എപ്പോഴും പേപ്പർ വായനയും അതൊക്കെ പണ്ട് നേരത്തെ വളരെയധികം ഉണ്ടായിരുന്നു. അന്നൊക്കെ ആളുകൾക്ക് അതല്ലായിരുന്നു ഏറ്റവും. പിന്നെ ഇതൊന്നുമില്ല, ഫോണോ മറ്റുള്ള കാര്യങ്ങളൊന്നും ഒന്നും ഉണ്ടായിരുന്നില്ലല്ലോ. രാജനെ കുറിച്ചുള്ള അന്വേഷണങ്ങൾ തുടരാൻ തന്നെയായിരുന്നു എൻ്റെ വിധി. ഓരോ അന്വേഷണവും വേദനയുടെ കയ്പുനീർ മാത്രം എനിക്ക് സമ്മാനിച്ചു. പോലീസ് കസ്റ്റഡിയിൽ എൻ്റെ മകൻ ജീവിച്ചിരിപ്പുണ്ടാകുമെന്ന് ഞാൻ വല്ലാതെ പ്രത്യാശിച്ചുകൊണ്ടിരുന്നു. പക്ഷേ എൻ്റെ ആശകൾക്ക് മുറിവേൽപ്പിച്ചുകൊണ്ട് രാജന്റെ അസാന്നിധ്യം ഒരു സത്യമായി തുടർന്നു. പല രാത്രികളിലും ഞാൻ അവനെ സ്വപ്നം കണ്ടു. അവന്റെ ബാല്യവും കൗമാരവും മുമ്പെങ്ങുമില്ലാത്ത രീതിയിൽ ഞാൻ ഓർമ്മയിൽ നിരീക്ഷിച്ചുകൊണ്ടിരുന്നു. അസ്വാസ്ഥ്യം മുറ്റിയ മണിക്കൂറുകളിൽ അവന്റെ നല്ല ഓർമ്മകളിൽ ഞാൻ എന്നെ തളച്ചിട്ടു. രാജന്റെ അമ്മ ഇക്കാലയളവിൽ പൂർണ്ണമായി മാനസിക രോഗത്തിന് കീഴ്പ്പെട്ടു. അവന്റെ സഹോദരിമാർ എപ്പോഴും കരഞ്ഞുകൊണ്ടിരുന്നു. രാജൻ പാടുന്നത് റെക്കോർഡ് ചെയ്ത ചില കാസറ്റുകൾ എൻ്റെ കൈവശമുണ്ടായിരുന്നു. ഒരു വില കുറഞ്ഞ ടേപ്പ് റെക്കോർഡറിലിട്ട് ഞാൻ അവന്റെ പാട്ട് ഇടവിട്ടു കേട്ടു. വിഷാദമുറ്റിയ ഒരു ഗാനത്തിന്റെ വീജികളിൽ അവൻ എന്നോട് സംവദിച്ചു. പ്രിയപ്പെട്ട ഈ ശബ്ദം എന്നിൽ നിന്ന് അടർത്തരുതേയെന്ന് ഞാൻ പലപ്പോഴും കണ്ണീരോടെ ഈശ്വരനോട് പ്രാർത്ഥിച്ചു. ആ ഒരു കാലഘട്ടം ഉണ്ടല്ലോ, 1975 എന്ന് പറയുന്ന അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നു. അതിനുശേഷം നമുക്കൊക്കെ കേട്ടുകേൾവേ ഉള്ളൂ, ഞങ്ങളെ പോലുള്ള ആളുകൾക്കൊക്കെ കേട്ടുകേൾവേ ഉള്ളൂ. എങ്ങനെയാണ് അമ്മയൊക്കെ അറിയുന്നത്? എപ്പോഴാ ഇതിങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ട് എന്നൊക്കെ അറിഞ്ഞത് എപ്പോഴാ? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതിനെപ്പറ്റി പറയാൻ എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. എന്നാലും നിങ്ങളോട് ഞാൻ പറയാം. എന്താ വെച്ചാൽ ശരിക്ക് 75-ലാണല്ലോ അടിയന്തരാവസ്ഥ, 76 മാർച്ചിലാണല്ലോ ഇത് സംഭവിച്ചിരിക്കുന്നത്. പക്ഷേ എൻ്റെ അമ്മ എന്ന് പറഞ്ഞാൽ അമ്മയ്ക്ക് ശരിയായിട്ടുള്ളൊരു ബോധം ഉണ്ടായിരുന്നില്ല. അപ്പം അമ്മ ഞങ്ങളെ രക്ഷിച്ച് പോയിരുന്നത് എൻ്റെ അമ്മായി, അച്ഛൻ്റെ പെങ്ങളുമാണ്, അമ്മായിയാണ്, അമ്മാമനും അവരാണ് ഞങ്ങളെ. അപ്പം ഞങ്ങൾ ഒരു കുടുംബമായിട്ട് എറണാകുളത്ത് താമസിക്കുകയായിരുന്നു. അപ്പോൾ എറണാകുളത്താണ് ഞങ്ങൾ സെറ്റിൽ ചെയ്ത് താമസിച്ചിരുന്നത്. സൗഹൃദ നിലയം എന്നുള്ള വീട്ടിലാണ് ഞങ്ങൾ താമസിച്ചിരുന്നത്. അന്ന് അവിടെ താമസിക്കുമ്പോൾ അതിൽ നിന്ന് എനിക്ക് അന്ന് ISROയിൽ ജോലി കിട്ടി. അപ്പം ഞാൻ അവിടെ ജോലി ഒരു 72 മുതൽ ഞാൻ അവിടെ വർക്ക് ചെയ്തു, തിരുവനന്തപുരത്ത്.
രാജന് ആ സമയത്ത് RECയിൽ അഡ്മിഷൻ കിട്ടി. രാജൻ RECയിൽ ആയിരുന്നു. ആദ്യം ഒരു പ്രിപ്പറേറ്ററി കോഴ്സ് ഉണ്ടായിരുന്നു, അതിലൊക്കെ നല്ല മാർക്ക് ഉണ്ടായിരുന്നു അവന്. സ്കൂളൊക്കെ എവിടെ പഠിച്ചിട്ടുള്ള? സ്കൂള് സെൻട്രൽ സ്കൂള്, എറണാകുളം സെൻട്രൽ സ്കൂളിലായിരുന്നു പഠിച്ചത്. അത് കഴിഞ്ഞതിന് ശേഷം ആണ് പ്രിപ്പറേറ്ററി കോഴ്സ് പഠിക്കാൻ RECയിൽ തന്നെയാണ് പഠിച്ചത്. എന്നിട്ട് അതിന് നല്ല മാർക്കോട് കൂടി തന്നെയാണ് അവൻ പാസ്സായിരിക്കുന്നത്. പിന്നെ അവിടെ ഞങ്ങൾക്ക് ഇത് സപ്പോർട്ടായിട്ട് ഒരു 2 പ്രൊഫസർമാരുണ്ടായിരുന്നു, 2 പേര്. ഒരു CS ശങ്കർ, അതൊക്കെ അച്ഛൻ്റെ ചേട്ടൻ്റെ മകനാണ്, ഒരാളുണ്ടായിരുന്നു. അങ്ങനെ നല്ല രീതിയിൽ തന്നെയാണ് അവിടെ. അപ്പോൾ ഞാൻ പഠിച്ചിരുന്ന സമയത്ത് എന്താണെന്ന് വെച്ചാൽ അച്ഛന് നിർബന്ധമായിരുന്നു എനിക്ക് കിട്ടിയ സാലറിയിൽ നിന്ന് ഉള്ള ഒരു ഭാഗം വീട്ടിലേക്ക് തരണം എന്നുള്ളത്. അപ്പം അത് ഞാൻ അങ്ങനെ ഒരു ഡ്രാഫ്റ്റ് അയക്കുകയെന്നാ ചെയ്യുക. അത് ഇവനാണ് അയക്കുക. അപ്പം ഇവനിത് അയക്കുമ്പോൾ എനിക്കൊരു, അന്ന് ഫോണൊന്നും ഇല്ലല്ലോ, എനിക്ക് നിർബന്ധമായിരുന്നു ഇവൻ ഇതിനൊരു മറുപടി തരണം. കുറച്ച് എഴുതിയിൽ വെച്ചാലും ഒരു മറുപടി വേണം എനിക്ക്. അങ്ങനെ എല്ലാ തവണയും എനിക്ക് മറുപടി വരാറുണ്ട്. അപ്പം മാർച്ചിലും ഞാൻ ഇതുപോലെ അയച്ചു. അപ്പം അതിന് മറുപടി വന്നില്ല. അപ്പം അതിനൊരു 15-16 പറഞ്ഞു അവർ പരീക്ഷയാണ്. അതാണ് അച്ഛൻ എന്നോട് പറയല്ല, ഇതുപോലെ ഇതായിട്ട് പറഞ്ഞു. ഇങ്ങനെ എന്താ എങ്ങനെയാ അറിയിച്ചു വന്നു. എഴുത്തന്നെ ആയിരിക്കും തോന്നുന്നു, ഓർമ്മയില്ല എന്താ ഉണ്ടായത്. അപ്പം അവന് എന്താണ് ഇത് പരീക്ഷയും കാര്യങ്ങളൊക്കെയാണ് കിട്ടിയെന്നുള്ള വിവരം പറയാൻ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ മാർച്ചിൽ കഴിഞ്ഞു, ഏപ്രിലായി. അപ്പോൾ എൻ്റെ ചില വിവാഹാലോചനകളൊക്കെ നടക്കുകയായിരുന്നു അന്ന്. അപ്പോൾ അങ്ങനെ വിവാഹാലോചന നടന്നപ്പോൾ കല്യാണത്തിന് ആളുകൾ കാണാൻ വന്നു. അപ്പോൾ കാണാൻ വന്നപ്പോൾ ഞങ്ങൾ എല്ലാവരും എറണാകുളത്ത് കൂടിയിട്ടാണ് കാണാൻ വന്നത്. അപ്പം അനുജൻ വന്നിട്ടില്ല അതിന്. അത് കഴിഞ്ഞതിന് ശേഷമാണ് അച്ഛൻ ഈ വിവരം ഞങ്ങളെ അറിയിച്ചത്. അപ്പൊ അതിന്റെ ഇടയിൽ നമ്മൾ ചോദിക്കുന്നുണ്ടായിരുന്നു, എന്താ അങ്ങനെ ചോദിച്ചിരുന്നു? ഇല്ല. എന്താ കാരണം എന്ന് വെച്ചാൽ അവൻ അവിടെ കോളേജിൽ ഹോസ്റ്റലിലാണല്ലോ. അന്ന് ഇങ്ങനെ ലെറ്റേഴ്സും ഇല്ല. പക്ഷെ എന്താ അന്ന് ഇങ്ങനെ അപ്പൊ ആർക്കും അങ്ങനെ ഒരു സംശയം തോന്നിയിട്ടില്ല അങ്ങനെ എൻ്റെ മനസ്സിൽ. പക്ഷെ എന്നാലും എന്തോ ഒരു സംശയങ്ങൾ ഞാൻ അതിനിടയിൽ ചിലരെയൊക്കെ RECയിലേക്ക് വേറെ പല കാര്യങ്ങൾക്ക് വിടുമ്പോൾ അന്വേഷിക്കുകയൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഈ ഇത്രയും ഭീകരത അറിയില്ല. അത് പറയട്ടെ, അടിയന്തരാവസ്ഥയുടെ ഭീകരതയോ അവിടെ നടക്കുന്ന കാര്യങ്ങളോ ഒന്നും എനിക്കറിയില്ലായിരുന്നു. എന്നാലും ഇത് കഴിഞ്ഞിട്ട് ഞങ്ങൾക്കത് ഭയങ്കര ഷോക്കായി ഇത് അറിഞ്ഞപ്പോൾ തന്നെ. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് പറ്റില്ല, ഇപ്പം ഇങ്ങനെ മാരേജ് ഒന്നും സാധിക്കില്ല. മുത്തച്ഛനല്ല പറഞ്ഞത്, ഇത് അടുത്ത വീട്ടുകാരായിട്ട് അവർ ഞങ്ങളെയൊക്കെ വിളിച്ച് ഇതാക്കിയിട്ട് അടുത്ത വീട്ടിലൊരു അപ്പൂട്ടൻപിള്ള കൃഷ്ണ എന്ന് പറഞ്ഞിട്ട് അവരാണ് ഇത് സംസാരിച്ച് മനസ്സിലായി. അതായത് എല്ലാവർക്കും സങ്കടമായി. പക്ഷെ അമ്മ അത്ര അതറിയില്ല, അമ്മ അറിയുന്നില്ല. എല്ലാവർക്കും ഭയങ്കര വിഷമമായി. എൻ്റെ അനിയത്തിയേക്കാൾ 2 വയസ്സിന് മീതെ അത്രയേ ഉള്ളൂ എല്ലാവർക്കും. അതെ. അപ്പോൾ ഞാൻ പറഞ്ഞു പറ്റില്ല, കല്യാണം കഴിക്കാൻ പറ്റില്ല. അപ്പോൾ ഇപ്പം കല്യാണം ആ സമയത്ത് അല്ല, അതിന് മുമ്പ് കൊണ്ടുവരുന്നത്, അതൊന്നും നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഒന്നും അല്ല എന്നൊക്കെ ഞങ്ങളോട് പറയണേ. ഇതൊക്കെ ഇപ്പം വലിയ ആള് എന്നാണ് പറയണത്. ഇതൊക്കെ കുറേ മറച്ച് ആൾ വയ്ക്കുകയാണ്. ഇത് മറച്ച് വയ്ക്കുമ്പോൾ ഇതൊക്കെ ഈ എല്ലാ കാര്യങ്ങളും ഇവർ മാർച്ച് 1-ാം തീയതി കഴിഞ്ഞപ്പോൾ തന്നെ അച്ഛനെ അത് പ്രത്യേകം പറയാതിരിക്കാൻ പറ്റില്ല, പ്രിൻസിപ്പൽ ബഹാബുദ്ദീൻ അദ്ദേഹം വളരെയധികം കാര്യങ്ങൾക്കൊക്കെ എല്ലാം സഹായിച്ചിട്ടുണ്ട്, കേസിനും സഹായിച്ചിട്ടുണ്ട്. അദ്ദേഹം അന്ന് തന്നെ രജിസ്റ്റേഡ് എഴുതി അങ്ങനെ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ അച്ഛൻ്റെ ചേട്ടൻ്റെ മകനൊക്കെ അവിടെ ഉണ്ടല്ലോ. അച്ഛൻ്റെ അനിയൻ ഞങ്ങൾ കുട്ടിമാനെന്ന് വിളിക്കുന്ന ഈ മാധവ് വാര്യർ എന്ന് പറഞ്ഞ ആളാണ് അച്ഛന് മുഴുവൻ സമയവും അച്ഛൻ്റെ കൂടെ ആയിരുന്നു. ഈ മുഖ്യമന്ത്രി കാണാൻ പോകാനും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അച്ഛൻ മരിക്കുന്നതിനും കുറച്ചു കാലം മുമ്പേ പോയി. അന്ന് മുതൽ ഇവർ യാത്ര തുടങ്ങിയിട്ട് ഈ ആളെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അന്വേഷിച്ചിട്ട് ഈ ക്യാമ്പിലടക്കം ഇവർ പോയിട്ടുണ്ട്. ഞാൻ കേട്ടിട്ടുണ്ട് 8-ാം തീയതി പോയിട്ടുണ്ടെന്നാണ് കേട്ടിരുന്നത്. പക്ഷെ അന്നൊക്കെ ഇതൊന്നും നമ്മൾ അറിയില്ല കഴിഞ്ഞു എന്നുള്ളത്. മകനു വേണ്ടിയുള്ള എൻ്റെ യാത്ര മാസങ്ങൾ പിന്നിട്ടിരുന്നു. എൻ്റെ ഹൃദയം ദുർബലമായി.
ചിന്തകൾക്ക് എവിടെയോ കടിഞ്ഞാൺ നഷ്ടപ്പെട്ടിരുന്നു. പക്ഷേ അച്യുതമേനോനിലുള്ള പ്രതീക്ഷ അപ്പോഴും ബാക്കി. രാത്രിയുടെ കറുത്ത ഇരുട്ടിൽ തെളിഞ്ഞ താടിയും മുടിയും വളർന്ന ആ മുഖം അപ്പോഴും എൻ്റെ ഉള്ളിലുണ്ടായിരുന്നു. ചേർപ്പിലെ കമ്മ്യൂണിസ്റ്റ് വേട്ടകളിൽ ആ കണ്ണുകളുടെ കാരുണ്യം ഞങ്ങൾക്ക് എത്രമാത്രമാണ് ധൈര്യം തന്നത്. ഏതു രാഷ്ട്രീയ കൂട്ടുകെട്ടിനിടയിലും കേരളത്തിലെ പട്ടിണിപ്പാവങ്ങൾ അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിൽ ഇരിച്ചുവെച്ച ജ്വാല അണയില്ലെന്ന് ഞാൻ സ്വപ്നം കണ്ടു. പിറ്റേ ദിവസം പുലർച്ചയിൽ തിരുവനന്തപുരത്തെത്തി. CG തന്ന പഴയ നമ്പറിൽ കന്റോൺമെന്റ് ഹൗസിലേക്ക് വിളിച്ചു. ഇടനാഴിയിൽ ഫോൺ മുഴങ്ങിക്കൊണ്ടേയിരുന്നു. മേനോന്റെ ശബ്ദത്തിനു വേണ്ടി ഞാൻ കാതോർത്തു. കന്റോൺമെന്റ് ഹൗസിൽ നിന്ന് ഫോണിന്റെ ഇങ്ങേ തലയ്ക്കൽ അച്യുതമേനോന്റെ നേർത്ത ശബ്ദമുയർന്നു. MS മാഷാണ് സംസാരിച്ചത്. കഴിഞ്ഞ തവണ പറഞ്ഞതനുസരിച്ച് ഞാൻ KKയും കൂട്ടിക്കൊണ്ട് വന്നിട്ടുണ്ട്. ഞങ്ങൾ അങ്ങോട്ട് വരട്ടെ? മാസ്റ്റർ ചോദിച്ചു. എനിക്ക് KKയും കാണണ്ട. ഇവിടെ അദ്ദേഹം ഉപയോഗിച്ച പദം അന്ന് തന്നെ എനിക്ക് വ്യക്തമായിരുന്നില്ല. എന്തു തന്നെയായാലും മേനോൻ ഒരുപാട് മാറിപ്പോയി എന്നെനിക്ക് തോന്നി. ഞാൻ പിന്നീട് കരുണാകരനെയോ ജയറാം പടിക്കലിനെയോ വിളിച്ചു ചോദിക്കണമെന്നാവശ്യപ്പെട്ടപ്പോൾ ശുണ്ടിയെടുത്തു. ഞാനിനി തൻ്റെ മകനെ അന്വേഷിച്ച് ഒരു തോർത്തും തോളത്തിട്ട് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള പോലീസ് സ്റ്റേഷൻ കയറി ഇറങ്ങണോ? അങ്ങനെയായിരുന്നു ആ വാക്കുകൾ. എനിക്ക് ക്ഷോഭവും കരച്ചിലും വന്നു. പരിഭ്രമം കൂടാതെ ഞാൻ പറഞ്ഞു, ഒരു മുഖ്യമന്ത്രിക്ക് തൻ്റെ കീഴുദ്യോഗസ്ഥനോട് ചോദിച്ചൊരു കാര്യം അറിയാൻ ഇത്രയേ കഴിവുള്ളൂ എന്ന് എനിക്ക് മനസ്സിലായിരുന്നില്ല. ഇത് മനസ്സിലായിരുന്നുവെങ്കിൽ ഞാൻ താങ്കളെ സമീപിക്കുകയോ ഉണ്ടാവുമായിരുന്നില്ല. വേദനയോടെയാണ് ഞാനും MS മാഷും തിരുവനന്തപുരത്ത് നിന്നും മടങ്ങിയത്. അധികാരം ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവിനുണ്ടാക്കിയ മാറ്റം അന്നത്തെ എന്നെ സംബന്ധിച്ചിടത്തോളം വിചിത്രവും അജ്ഞാതവുമായിരുന്നു. രാജൻ സംഭവവുമായി ബന്ധപ്പെട്ട് അച്യുതമേനോനിൽ നിന്നുണ്ടായ അനുഭവമാണ് കരുണാകരനിൽ നിന്നുണ്ടായ അനുഭവത്തേക്കാൾ എന്നെ വേദനിപ്പിച്ചത്. കാരണം കരുണാകരനിൽ നിന്ന് ഞാൻ ഇത്രയേ പ്രതീക്ഷിച്ചിരുന്നുള്ളൂ. മേനോനിൽ നിന്ന് ഈ അനുഭവം ഞാൻ സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിച്ചിരുന്നില്ല. മേനോനെക്കുറിച്ചുള്ള എൻ്റെ ഈ കുറിപ്പ് ഏറെ ആളുകളെ വേദനിപ്പിക്കും എന്നെനിക്ക് ഉറപ്പുണ്ട്. എന്നാൽ ഇതിൽ എത്രയോ അധികമായിട്ടാണ് അക്കാര്യത്തിൽ ഞാൻ അനുഭവിച്ചത്. അതുകൊണ്ട് എന്നോട് പൊറുക്കുക. ഞാൻ ഒരു ചരിത്ര ദൗത്യം നിർവഹിച്ചതാണെന്ന് മാത്രം നിങ്ങൾ കരുതുക. ഇത് കഴിഞ്ഞു. അപ്പം കിട്ടിയില്ല, ആളെ കിട്ടിയില്ല എന്ന് കണ്ടിട്ടും കല്യാണത്തിന് ഇതൊക്കെ ആയി. അപ്പം എന്താ ചെയ്തെന്ന് വെച്ചാൽ ഞങ്ങൾ കുറച്ച് പേരെ വെച്ചിട്ട്, അച്ഛന് തന്നെ ഒരുപാട്, അച്ഛൻ്റെ ബ്രദേഴ്സ് 9 പേര്, അമ്മയ്ക്കും ഉണ്ട് 5 പേര്, 7 പേരുണ്ട്. അവരുടെ ആ ആൾക്കാർ മാത്രമായിട്ട് ഞങ്ങൾ എറണാകുളത്ത് അമ്പലത്തിൽ വെച്ചിട്ട്, ശിവക്ഷേത്രത്തിൽ വെച്ച് കല്യാണം നടത്തി. 100 പേരായിരുന്നു കല്യാണത്തിനുണ്ടായിരുന്നത്. അങ്ങനെ കല്യാണം കഴിഞ്ഞു. വല്ലാതെ എല്ലാവർക്കും ഓരോ സമയത്തും അതൊരു വലിയൊരു ടെൻഷനുള്ള കാര്യമായിരുന്നു. കല്യാണത്തിൻ്റെ ഒരു സന്തോഷം എന്നൊന്നും ഇല്ല ഈ കാര്യത്തിൽ. അങ്ങനെ കഴിഞ്ഞു എന്ന് വെച്ചാൽ ശരി. ഞങ്ങൾ ഓരോ ദിവസവും ആള് ഇപ്പോൾ ഇന്ന് വരും, നാളെ വരും. എന്താ കാരണം വെച്ചാൽ അച്ഛനെ എവിടേക്കോ അന്വേഷിക്കുന്നുണ്ടായിരുന്നു. ഓരോ ജയിലുകളിൽ കുറേ അന്നത്തെ കാലത്ത് ഞാൻ കേട്ടിരിക്കുന്നത് ഒരുപാട് ഇതേ പേരുള്ള ആൾക്കാരെ പിടിച്ചുകൊണ്ടുപോയിട്ടുണ്ട്. ഈ കേസിൽ, ഈ പറഞ്ഞ കേസിലും കുറേ രാജന്മാരുണ്ട്, 2-3 പേരുണ്ട്. അപ്പം അതാണ് ഇതാണെന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ ഇതൊക്കെ കഴിഞ്ഞു. ഞാൻ പ്രഗ്നൻ്റായി. ഞാൻ അടിയന്തരാവസ്ഥ ഫെബ്രുവരിയിൽ പിൻവലിച്ചതെന്നാണ്. ഇന്ദിരാഗാന്ധി ഇറങ്ങി. അപ്പോൾ അന്ന് ആണ് ഇപ്പം വരും, നമുക്ക് മനസ്സിലതല്ലേ, ഇപ്പം വരുന്നുള്ളതല്ലേ മനസ്സിൽ. അത് കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞപ്പോഴാണ് കരുണാകരൻ കയറി, മുഖ്യമന്ത്രി പദത്തിൽ കയറിയിട്ട് 2 ദിവസം കഴിഞ്ഞിട്ടാണ് പറയണേ, അല്ല പിടിച്ചിട്ടില്ല എന്ന് പറയണേ. അപ്പോൾ പിന്നെ അതിൻ്റെ ഇതിലായി കാര്യങ്ങളൊക്കെ പിന്നെയാണ് ഹേബിയസ് കോർപ്പസ് ഫയൽ ചെയ്തതൊക്കെ. അതെ, അന്ന് ഈശ്വരയ്യര് പിന്നെ അഡ്വക്കേറ്റ് രാംകുമാറുമാണ് അതിൽ ഹാജരായത്. ഇത് കഴിഞ്ഞിട്ട് ഞങ്ങൾ അങ്ങനെയും വിചാരിച്ചു, അപ്പോഴും നമുക്ക് കിട്ടും ആളെ തന്നെയായിരുന്നു നമ്മളെ വിചാരം. പക്ഷേ അന്ന് എനിക്ക് ഏറ്റവും അധികം എന്താണ് എനിക്ക് ഫീൽ ചെയ്തത്, ശരിക്കും ഞാൻ പ്രഗ്നൻ്റാണ് അന്ന്. അപ്പോൾ ഒരു മറ്റേ സാക്ഷി മൊഴിയായിട്ട് ചാരി പറഞ്ഞൊരു 2 വാക്ക്, അതോടും എനിക്ക് മനസ്സിലായി ഇനി ഇല്ല എന്നുള്ളത്. എന്തായാലും അങ്ങനെ അടിയന്തരാവസ്ഥ കഴിഞ്ഞതിനു ശേഷമുള്ള ആദ്യത്തെ റിട്ട് പ്രൊഫസർ ഈശ്വരവാര്യർ വേഴ്സസ് ഗവൺമെന്റ് ഓഫ് കേരള ഹൈക്കോടതിയിൽ ഫയൽ ചെയ്യപ്പെട്ടു.
ഇക്കാര്യത്തിൽ നിസ്തുലമായ പങ്കുവഹിച്ചത് അഡ്വക്കേറ്റ് രാംകുമാറാണ്. ഫെബ്രുവരി 25-നാണ് ഹൈക്കോടതിയിൽ റിട്ടെത്തിയത്. അടുത്ത ദിവസം കേരളത്തിലെ മാത്രമല്ല ഇന്ത്യയിലെ പ്രധാന നഗരങ്ങളിലെ പത്രങ്ങളിലെല്ലാം റിട്ടിനെ പറ്റിയുള്ള വിശദവിവരങ്ങൾ പ്രത്യക്ഷപ്പെട്ടു. കാട്ടുതീ പോലെയാണ് കേരളത്തിന്റെ മുക്കിലും മൂലയിലും ഈ വാർത്ത പരന്നത്. കേസ് വിചാരണയ്ക്കെടുത്ത ദിവസം ഹൈക്കോടതിയിൽ ജനങ്ങളെ നിയന്ത്രിക്കാൻ വളരെ ബുദ്ധിമുട്ടി. തിരക്കുമൂലം വിചാരണ 3-ാം നമ്പർ ഹാളിൽ നിന്നും ഹൈക്കോടതിയിലെ ഏറ്റവും വലിയ ഹാളായ 8-ാം നമ്പർ ഹാളിലേക്ക് മാറ്റി. ഇതിൽ നിന്നും ജനങ്ങളുടെ ഇടയിൽ രാജൻ കേസ് എന്തുമാത്രം സ്വാധീനം ചെലുത്തി എന്ന് വ്യക്തമാണ്. കേരള അസംബ്ലി അടിയന്തരാവസ്ഥയുടെ തീച്ചൂടിലെരിയുന്ന കാലഘട്ടമായിരുന്നു അത്. 26-ാം തീയതി തന്നെ ഏതോ MLA അസംബ്ലിയിൽ ഈ പ്രശ്നം ഉന്നയിച്ചു. ചിറ്റൂർ നിയോജക മണ്ഡലത്തിലെ ജനതാ പാർട്ടി MLA ആയ അച്യുതനാണ് എന്നാണ് എൻ്റെ ഓർമ്മ. കരുണാകരൻ കേട്ടപടി ചാടി എഴുന്നേറ്റ് രാജനെ അറസ്റ്റ് ചെയ്തിട്ടില്ല എന്ന് പ്രഖ്യാപിച്ചു. ഈ വിവരം മാർക്സിസ്റ്റ് നേതാവായ TK രാമകൃഷ്ണൻ ഉടനെ അഡ്വക്കേറ്റ് ഈശ്വരയ്യരെ അറിയിച്ചു. ഈശ്വരയ്യർ ഉടനെ തന്നെ എന്നെയും രാംകുമാറിനെയും ആളയച്ചു വരുത്തി. കരുണാകരനെ കേസിൽ പ്രതിചേർക്കണമെന്നായിരുന്നു ഈശ്വരയ്യരുടെ നിർദ്ദേശം. അതനുസരിച്ച് ഈശ്വരയ്യരും രാംകുമാറും കൂടിയിരുന്ന് റിട്ട് ഭേദഗതിയോടെ തയ്യാറാക്കി. അടുത്ത ദിവസം തന്നെ കോടതിയിൽ സമർപ്പിച്ചു. ആദ്യം സമർപ്പിക്കുമ്പോൾ റിട്ടിലെ പ്രതികളായി 3 ആളെ ഉണ്ടായിരുന്നുള്ളൂ. പുതുക്കിയ റിട്ടിൽ കരുണാകരൻ, ഹോം സെക്രട്ടറി നാരായണസ്വാമി, ക്രൈംബ്രാഞ്ച് DIG ജയറാം പടിക്കൽ, കോഴിക്കോട് DYSP ലക്ഷ്മണ, പുലിക്കോടൻ നാരായണൻ എന്നിവർ പ്രതികളായി ഉണ്ടായിരുന്നു. കേരളം മുഴുവൻ കോളിളക്കം സൃഷ്ടിച്ചുകൊണ്ട് രാജൻ കേസിന്റെ വിചാരണ തുടരുകയായിരുന്നു. അഡ്വക്കേറ്റ് ഈശ്വരയ്യറും രാംകുമാറും എനിക്ക് വേണ്ടി ഹാജരായപ്പോൾ അഡീഷണൽ അഡ്വക്കേറ്റ് ജനറൽ TCN മേനോനാണ് ഗവൺമെന്റിന് വേണ്ടി വാദിച്ചത്. എന്റെ അഡ്വക്കേറ്റ് ഓൺ റെക്കോർഡ് അഡ്വക്കേറ്റ് ഗഡാഡയായിരുന്നു. താർക്കുണ്ടയായിരുന്നു കേസ് വാദിച്ചിരുന്ന സീനിയർ അഡ്വക്കേറ്റ്. പെർജൂറി കേസ് കൊടുത്തതിനെതിരെ കരുണാകരൻ സുപ്രീം കോടതിയിൽ അപ്പീൽ കൊടുത്തു. ജസ്റ്റിസ് PK ഗോസ്വാമി, PC തുൾസപുക്കർ എന്നിവരടങ്ങിയ സുപ്രീം കോടതി ബെഞ്ചിലാണ് കേസ് കേട്ടിരുന്നത്. അടിയന്തരാവസ്ഥാ കാലത്ത് അറ്റോർണി ജനറലായിരുന്ന പ്രസിദ്ധ അഭിഭാഷകൻ നിരണ്ടയും അഡ്വക്കേറ്റ് രാംകുമാറും എനിക്ക് വേണ്ടി കേസ് വാദിച്ചു. ഹൈക്കോടതി വിധി ശരിവെച്ചുകൊണ്ട് സുപ്രീം കോടതി വിധി വന്നു. ഇതോടനുബന്ധിച്ച് തന്നെ ഹൈക്കോടതിയിൽ പ്രതികൾ കള്ളസത്യവാങ്മൂലം സമർപ്പിച്ചു എന്ന് പറഞ്ഞുകൊണ്ടൊരു ഹർജിയും സുപ്രീം കോടതിയിൽ ഞാൻ സമർപ്പിച്ചിരുന്നു. നിർദ്ദിഷ്ട സുപ്രീം കോടതി വിധിയിൽ പ്രതികൾ കള്ളസത്യവാങ്മൂലമാണ് നൽകിയതെന്നും രാജനെ ഹാജരാക്കണമെന്നും നിർദ്ദേശിച്ചു. ഇതിനെ തുടർന്ന് അതിനുശേഷം മുഖ്യമന്ത്രിയായിരുന്ന K കരുണാകരൻ രാജിവെച്ചു. കരുണാകരന്റെ രാജി ഇന്ത്യൻ രാഷ്ട്രീയ രംഗത്തെ പിടിച്ചു കുലുക്കി. രാജ്യമെമ്പാടും രാജൻ കേസ് ചർച്ചാ വിഷയമായി. അങ്ങനെയാണ് ഉണ്ടായത്. അപ്പം എന്ന് വിചാരിച്ചു ശരിക്കും. അങ്ങനെ ഏപ്രിൽ 20-ാം തീയതി 25-ാം തീയതി ഞാൻ എറണാകുളത്ത് നിൽക്കും. അങ്ങനെയായിരുന്നു. 20-ാം തീയതി 25-ാം തീയതി ആയിട്ട് പറഞ്ഞു ഇന്ന് കൊണ്ടുവരാൻ ആളെ എന്ന് പറഞ്ഞിട്ട് പോലീസുകാർ കൊണ്ടുവരാമെന്ന് പറഞ്ഞിട്ട് അവർക്ക് കൊണ്ടുവരാൻ പറ്റില്ലല്ലോ. അങ്ങനെയൊക്കെയാണ് ഉണ്ടായിരിക്കുന്നത്. അങ്ങനെ ഞങ്ങൾ അങ്ങനെ ഒരു യാത്ര തന്നെയായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ പലപ്പോഴും അങ്ങനെ ഉണ്ടോ ഇല്ല എന്നുള്ള ഒരു വിചാരം എപ്പോഴും അത് എത്ര കാലം ഉണ്ടായി എന്നുള്ളതാണ്. ആ ഒരു അമ്മയ്ക്ക് പക്ഷെ എന്നാലും അമ്മയ്ക്ക് അതൊക്കെ ഇതെല്ലാം അറിയുന്നുണ്ട്. അമ്മ എന്താ രാജൻ വരാത്തതെന്നുള്ളത്. അമ്മ രാജൻ പാട്ടുകാരനായിരുന്നു. അതേപോലെ തന്നെ അമ്മ പാട്ടും പാടുമായിരുന്നു. അമ്മയ്ക്കും അവർ തമ്മിൽ ആ കാര്യത്തിൽ വലിയ കമ്പനിയായിരുന്നു. അച്ഛൻ അത് കാരണം കൊണ്ട് അത് മാത്രമല്ല എന്തോ ഉള്ളിലറിഞ്ഞിരുന്നു തന്നെയാണ് എപ്പോഴും തോന്നിയിരിക്കുന്നത്. അമ്മ അവസാനം കുറേ കാലം കഴിഞ്ഞപ്പോൾ നമ്മൾ ആളെ കാണില്ല എന്ന് കാണുമ്പോൾ അമ്മ മരിക്കുന്നതിന് മുമ്പ് വരെ അനിയന് വേണ്ടിയിട്ട് പൈസയൊക്കെ എടുത്തു വെച്ചിരുന്നു എന്നൊക്കെയാണ്. ആളെങ്ങനെ ഒക്കെ കളക്ട് ചെയ്യണൊരു അങ്ങനെയൊക്കെ ഒരുപാട് സംഭവങ്ങളാണ് പറഞ്ഞാൽ തീരില്ല. പക്ഷെ എനിക്ക് ഇനിയും പറയാൻ വിഷമമുണ്ട്. അങ്ങനെയാണ്. രാജൻ വരുമെന്ന് തന്നെ ഞാൻ ഉറച്ചു വിശ്വസിച്ചു. അവൻ എപ്പോഴും വരാം. പട്ടിണി കിടന്ന് വിശന്ന വയറോടെ ചടച്ച ശരീരത്തോടെ അവൻ വരുമ്പോൾ അവന് വേണ്ടി ചോറ് കരുതി വച്ചിരിക്കണം. അവന് വരാതിരിക്കാനാവില്ല. പട്ടികൾ അകാരണമായി കുരയ്ക്കുകയും ഓളിയിടുകയും ചെയ്ത രാത്രികളിൽ ഉമ്മറവാതിൽ തുറന്ന് അച്ഛാ എന്ന വിളി ഉയരുന്നുണ്ടോ എന്ന് ഇരുട്ടിലേക്ക് ചെവി കുർപ്പിച്ച് പലതവണ ഞാൻ നിന്നു. പിന്നെ വാതിലടയ്ക്കാതെ കിടക്കയിലേക്ക് വീണു. കുഞ്ഞിമോനെ എന്ന കരച്ചിൽ എൻ്റെ നെഞ്ചിലെ ഗദ്ഗതത്തിൽ കുഴഞ്ഞു. എൻ്റെ കണ്ണിൽ നിന്ന് കണ്ണീരടരുന്നതും എനിക്ക് തടയേണ്ടതുണ്ടായിരുന്നു. അവൻ്റെ അമ്മ രാധ ഇതൊന്നും അറിഞ്ഞുകൂടാ. രാജന്റെ ദുരന്തം യഥാർത്ഥത്തിൽ അവരറിഞ്ഞില്ല.
കോഴിക്കോട് നിന്ന് ഞാൻ എറണാകുളത്തുള്ള വീട്ടിൽ വരുമ്പോഴൊക്കെ അവർ രാജനെ ചോദിച്ചുകൊണ്ടിരുന്നു. ഞാൻ പറയുന്ന നുണകൾ അവരെ അനുദിനം അസ്വസ്ഥയാക്കി. എൻ്റെ വാക്കുകൾ അവർ വിശ്വസിക്കാതായി. പ്രിയപ്പെട്ടവരോടും സന്ദർശകരോടും അവർ വല്ലാതെ ശുണ്ടിയെടുക്കാൻ തുടങ്ങി. തുടർച്ചയായുള്ള രാജന്റെ അഭാവം രാധയെ ദിനം പ്രതി തളർത്തിക്കൊണ്ടിരുന്നു. അതിൻ്റെ എല്ലാ ബുദ്ധിമുട്ടുകളും സഹിക്കേണ്ടി വന്നത് ഞാനാണ്. കോഴിക്കോട്ട് നിന്ന് ഞാൻ വരുമ്പോഴൊക്കെ എൻ്റെ കൂടെ രാജനുണ്ടോ എന്ന് അതിരറ്റ ആകാംക്ഷയോടെ അവർ എത്തിനോക്കും. രാജനെ എൻ്റെ കൂടെ കാണാതാകുമ്പോൾ അവരുടെ മുഖത്ത് നിരാശ പരക്കും. ക്രമേണ അവരുടെ മുഖത്തുള്ള നിരാശയുടെ കാളിമ വർദ്ധിച്ചുകൊണ്ടിരുന്നു. അവർ ആരോടും അധികമൊന്നും സംസാരിക്കാതായി. ചില സമയങ്ങളിൽ രാജനോട് എനിക്ക് തീരെ സ്നേഹമില്ലാത്തത് കൊണ്ടാണ് ഞാൻ അവനെ കൊണ്ടുവരാത്തതെന്ന് അവർ ആരോപണം ഉന്നയിച്ചു. അവരോടും രാജനോടും തരിമ്പ് പോലും സ്നേഹമില്ലാത്ത മനുഷ്യനാണ് ഞാനെന്ന് അവർ ബന്ധുക്കളോടും സന്ദർശകരോടും ഒരു സ്വകാര്യമെന്നോണം പറഞ്ഞുകൊണ്ടിരുന്നു. ഇതിനിടയിൽ രാജന്റെ സുഹൃത്തുക്കളുടെയൊക്കെ വിവാഹം കഴിഞ്ഞു. ഒരു ദിവസം എറണാകുളത്തെത്തിയപ്പോൾ അവരുടെ ചോദ്യം, അല്ല, രാജന്റെ കൂട്ടുകാരുടെയൊക്കെ കല്യാണം കഴിഞ്ഞില്ലേ? നിങ്ങളൊരു അച്ഛനല്ലേ? അവനെ കൊണ്ട് കല്യാണം കഴിപ്പിക്കേണ്ട വല്ല വിചാരവുമുണ്ടോ നിങ്ങൾക്ക്? എൻ്റെ മകൻ മരിച്ചുപോയല്ലോ എന്ന ഒരു വാചകം എൻ്റെ നെഞ്ചിലെവിടെയോ തടഞ്ഞു നിന്നു. അവരോടും ലോകത്തിനോടും ഒരു നിമിഷം എനിക്ക് പക തോന്നി. വളരെ പെട്ടെന്ന് സമനില വീണ്ടെടുത്ത് ഞാൻ പറഞ്ഞു, രാജന്റെ കല്യാണക്കാര്യം ഞാൻ അന്വേഷിക്കുന്നുണ്ട്. പിന്നെ നല്ലൊരു കുട്ടിയെ കിട്ടാൻ അത്രയ്ക്ക് എളുപ്പമാണോ രാധേ? എൻ്റെ വാക്കുകൾക്ക് അവിശ്വസനീയത നിറഞ്ഞ ഒരു നോട്ടമായിരുന്നു അവളുടെ മറുപടി. പാടുമായിരുന്നു എന്ന് പറഞ്ഞല്ലോ. അപ്പൊ ഇതിന്റെ ഇത് നടക്കണതിന്റെ തലേ ദിവസമൊക്കെ യൂത്ത് ഫെസ്റ്റിവലില് പങ്കെടുത്തിട്ട് വന്ന് ഇറങ്ങി, ബസ്സിൽ വന്ന് ഇറങ്ങിയ സമയത്താണ് പിടിച്ചുകൊണ്ട് പോയെന്നൊക്കെയാണ് മുത്തശ്ശൻ തന്നെ എഴുതിയേക്കുന്നത്. ഫാറൂഖ് കോളേജില് മത്സരത്തിൽ പങ്കെടുക്കുമായിരുന്നു ആ സമയത്തെന്നാണ് പറയപ്പെടുന്നത്. നന്നായി പാടുമായിരുന്നു അല്ലേ? നല്ലോണം പാടുമായിരുന്നു. അതിന് പിന്നെ നമ്മള് പഴയ കാലത്ത് ഇതുപോലെ പ്രോത്സാഹിപ്പിക്കാൻ ഇത്ര ഇല്ലല്ലോ. എന്നാലും നല്ലോണം പാട്ട് പാടിയിരുന്നു. പല ആൾക്കാരെയും കൂടെ പാടിയിട്ടുണ്ട്. സുജാതയുടെ കൂടെ പാടിയിട്ടുണ്ട് തോന്നുന്നു. അങ്ങനെയൊക്കെയാണ് എനിക്ക് ഓർമ്മ. സുജാത ചെറിയ കുട്ടിയായിരുന്നു അന്ന്. അങ്ങനെ ഒക്കെയാണ്. പാട്ട് പഠിച്ചിട്ടുണ്ടോ അതോ? പാട്ട് അങ്ങനെ പഠിച്ചിട്ടല്ല. വേറെ എന്തൊക്കെയോ സാധനങ്ങളൊക്കെ നാടകത്തിലൊക്കെ ഉണ്ടായിരുന്നു അല്ലേ? നാടകത്തിലുണ്ടായിരുന്നു. വേറെ എന്തോ ഒരു സാധനം, ബുൾബുള്ളോ എന്തോ ഒരു സാധനം, അതൊക്കെ വെച്ചിട്ട് പാടിയിരുന്നു. എന്നിട്ട് അത് വെച്ചിട്ട് എന്ത് ചെയ്യുവെച്ചാല് ഈ എന്തൊക്കെയോ പാട്ടുകൾ ഉണ്ടാക്കുക. എന്നിട്ട് ആളുകൾ പാട്ടുണ്ടാക്കണം ഈ അച്ഛനെ പറ്റിയിട്ടും അവരെയൊക്കെ പറ്റിയിട്ടാ. ഞങ്ങളെ നല്ല തമാശയായിരുന്നു ആൾക്കെ. എന്നിട്ട് ആ പാട്ടുകൾ ഞങ്ങൾക്ക് മനസ്സിലാവും. ആ രീതിയിൽ അവൻ വായിക്കും. ഇങ്ങനെയൊക്കെയുള്ള പല ഇതും ചെയ്തിരുന്നു. വീട്ടിൽ ഞങ്ങൾക്ക് ഏറ്റവും അധികം ഇതായിട്ടുള്ളവർ എല്ലാം കൊണ്ടും നല്ലൊരു ഇതായിരുന്നു. ഞാൻ ട്രിവാൻഡ്രത്തായിരുന്നല്ലോ. അപ്പം ഞങ്ങൾ മിക്കവാറും ഒരേ സമയത്ത് തന്നെയാണ് ഒത്തുകൂടുക അധികം. അപ്പം എന്നെ മിക്കവാറും കൊണ്ടുവരാൻ ചിലപ്പോൾ രാത്രിയാവും ഞാൻ എത്തുക. അപ്പോൾ എത്തുമ്പോൾ കൊണ്ടുവരാനൊക്കെ ഇവൻ തന്നെയാണ് വരിക. അതുപോലെ ഏറ്റവും അവസാനം ഞാൻ അവനെ കാണുന്നത് ഡിസംബറിലാണ്. ഡിസംബർ ഈ ക്രിസ്മസ് വെക്കേഷൻ കഴിഞ്ഞിട്ട് അവൻ തന്നെയാണ് എന്നെ മറ്റേ ബസ് കയറ്റി വിട്ടത്. അന്നാണ് ഞാൻ പിന്നെ അവസാനം കണ്ടിരിക്കുന്നത്. അല്ലാണ്ട് കത്തുകൾ എഴുതുമായിരുന്നോ? അല്ലാണ്ട് ഈ മാസത്തിൽ ഒരിക്കലും കത്തേയുള്ളൂ. കത്തുകൾ എഴുതില്ല. ആ കത്തിൽ എന്തൊക്കെയാ ഉണ്ടാവുക? ആ കത്തില് അത്യാവശ്യം കാര്യങ്ങൾ അത്ര തന്നെ ഉള്ളൂ. കത്തുകളിൽ ഇങ്ങനെ വല്ലാണ്ട് ഇതായിട്ട് എഴുതലോ ഒന്നുമില്ല. പിന്നെ അത്രയധികം മലയാളവും ആൾ 5ാം ക്ലാസ്സിലോ ഒറ്റയായിട്ട് ഇപ്പൊ സെൻട്രൽ സ്കൂളിൽ ചേർന്നോ പിന്നെ മലയാളത്തിനോട് അത്ര ഇതില്ല. എന്നാലും എഴുതുമായിരുന്നു. വായിക്കുകയൊക്കെ ചെയ്യുന്ന സ്വഭാവമുള്ള ആളായിരുന്നു? വായിക്കുക പഠിക്കും അങ്ങനെ ഉള്ളതേ ഉള്ളൂ കണ്ടിട്ടുള്ളൂ. എനിക്ക് അങ്ങനെ അത്രയ്ക്ക് അങ്ങനെ ഞാനും കുട്ടിയായിരുന്നു അങ്ങനെയല്ലായിരുന്നു. കുട്ടികളായിരുന്നപ്പോഴത്തേല്ലേ ആദ്യം സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ നല്ല മടിയായിരുന്നു. സെൻട്രൽ സ്കൂളിൽ പോയിട്ട് 9th വെച്ചിട്ടാണ് നല്ല പിന്നെ ഒരു കാര്യബോധം വന്നു. തന്നെ ഇത് നല്ല മാർക്കും മേടിച്ചു. പിന്നെ 11th പാസ്സായിരിക്കുന്നത്. അവിടെ 11th കഴിഞ്ഞിട്ട് പിന്നെ മറ്റേ കോഴ്സിന് പറഞ്ഞില്ല നല്ല മാർക്ക് കിട്ടി. അങ്ങനെ കക്കയം ക്യാമ്പിനെ കുറിച്ച് പറഞ്ഞത് അവരാണ്. കോരു, ബെൻഹർ, ചാത്തമംഗലം രാജൻ. മർദ്ദനത്തിന്റെ രക്തമൂറുന്ന മുറകളെക്കുറിച്ച് പറയുമ്പോഴൊക്കെ അവർ വിറച്ചു. കുട്ടികളൊക്കെ ആ പഴയ ദിനങ്ങൾ മറക്കാൻ ശ്രമിക്കുന്നത് പോലെ. ഒന്നും പറയണമെന്ന് ഞാൻ പറഞ്ഞില്ല, അറിയണമെന്ന് എനിക്ക് ആഗ്രഹവും ഉണ്ടായില്ല. എന്നിട്ടും അവരത് പറഞ്ഞു. പീഡനത്തിന്റെ കാണാത്തതും കേൾക്കാത്തതുമായ മുറകൾ. ക്യാമ്പ്
ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പി ജയറാം പടിക്കലിന്റെ പിടിയിലായിരുന്നു. അദ്ദേഹം എപ്പോഴും ഒരു കസേരയിൽ മാത്രം ഇരുന്നു. ആജ്ഞകൾ പുറപ്പെടുവിക്കലായിരുന്നു അദ്ദേഹത്തിന്റെ ഏക ജോലി. ജീപ്പുകൾ ക്യാമ്പുകളിലേക്ക് ഇരമ്പി എത്തിക്കൊണ്ടിരുന്നു. അതിൽ നിന്നും നിരവധി കുട്ടികൾ ക്യാമ്പിലേക്ക് വലിച്ചിഴക്കപ്പെട്ടു. ഭീകരമായ മർദ്ദനത്തിനു ശേഷം അവരെയൊക്കെ ഒരു ബെഞ്ചിൽ കിടത്തി കൈകാലുകൾ കീഴ്പോട്ടാക്കി ബെഞ്ചിനോട് ചേർത്തുകെട്ടി. പിന്നെ മരം കൊണ്ട് ചെത്തിമിനുക്കിയുണ്ടാക്കിയ ഭാരമുള്ള ഉലയ്ക്ക കൊണ്ട് തുടയിൽ ഉരുട്ടും. ഈ പ്രയോഗം പലർക്കും സഹിക്കാൻ കഴിഞ്ഞില്ല. നിലവിളിക്കാതിരിക്കാൻ വായിൽ തുണി തിരുകിയതുകൊണ്ട് പലരുടെയും ഞരക്കങ്ങൾ വരെ പുറത്തുകേട്ടില്ല. ഉലക്കയുടെ ആദ്യ പ്രയോഗത്തിൽ തന്നെ ബോധം കെട്ടവരുണ്ടായിരുന്നു. ഇങ്ങനെ ഉരുട്ടിയെടുത്തവരെ ജയറാം പടിക്കലിന്റെ മുന്നിൽ കൊണ്ടുവരും. അദ്ദേഹം അവരോട് ചോദ്യങ്ങൾ ചോദിക്കും. ചോദ്യം ചെയ്യൽ തുടരുന്നതിനിടയിൽ കയ്യിൽ മുനകൂർപ്പിച്ച ഒരു പെൻസിൽ അദ്ദേഹം തിരുപ്പിടിപ്പിച്ചുകൊണ്ടിരിക്കും. അപ്രതീക്ഷിതമായിരിക്കും എല്ലുകളിൽ നിന്ന് അടർന്ന തുടയുടെ പേശികളിൽ അദ്ദേഹത്തിന്റെ കുത്ത്. മരിച്ചാൽ മതിയെന്ന് തോന്നുന്ന ഒരു നിമിഷം. കോരി പറഞ്ഞത് അങ്ങനെയാണ്. പെൻസിൽ പ്രയോഗത്തിൽ ഉയരുന്ന നിലവിളി പലപ്പോഴും ക്യാമ്പിന് പുറത്തു കടക്കും. ജയറാം പടിക്കൽ കൂടുതൽ മർദ്ദിച്ചു അല്ലേ? ഞാൻ ചോദിച്ചു. എന്തിനാണ് കൂടുതൽ മർദ്ദിക്കുന്നത്? കുട്ടികൾ വല്ലാതെ വിറച്ചു. ശരീരത്തിന്റെ വേദന മറക്കുമ്പോൾ ഹൃദയത്തിൽ കൂടുതൽ മുറിവുകൾ പിറക്കുന്നു. കക്കയം ക്യാമ്പിലേക്ക് കൊണ്ടുവന്ന എൻ്റെ മകൻ രാജനെ ആദ്യം ഭീകരമായി മർദ്ദിച്ചു. കായണ്ണ പോലീസ് സ്റ്റേഷൻ ആക്രമിക്കാൻ ഒരു തോക്കെടുത്തിരുന്നു അത്രേ. അതെവിടെയെന്ന് ചോദിച്ചായിരുന്നു മർദ്ദനം. തൻ്റെ ചെറിയ ജീവിതത്തിനിടയിൽ ഒരു ചെറിയ പ്രഹരം പോലും രാജൻ അനുഭവിച്ചിട്ടുണ്ടാവില്ല. ആദ്യത്തെ മർദ്ദനത്തിൽ തന്നെ രാജൻ തളർന്നു. പിന്നീട് അവൻ്റെ കൈകാലുകൾ ബെഞ്ചിന് പിറകിലേക്ക് വെച്ച് കൂട്ടിക്കെട്ടി. ഉരുട്ടലായിരുന്നു മുറ. അമ്മയെന്ന് നിലവിളിച്ച് അവൻ കരഞ്ഞു. അപ്പോൾ അവൻ്റെ വായിൽ തുണി കുത്തിക്കയറ്റി. മർദ്ദനത്തിനൊടുവിൽ സഹിക്കാൻ വയ്യാതെ തോക്കെടുത്ത് തരാമെന്ന് രാജൻ പറഞ്ഞു അത്രേ. അപ്പോൾ പോലീസുകാർ ഉരുട്ടൽ നിർത്തി. പിന്നെ അവനെ താങ്ങിപ്പിടിച്ച് ജയറാം പടിക്കലിന്റെ മുന്നിൽ കൊണ്ടുപോയി നിർത്തി. തോക്ക് കാണിച്ചു തരാൻ രാജനെ ജീപ്പിൽ കയറ്റിയിരുത്താൻ അദ്ദേഹം കൽപ്പിച്ചു. അപ്പോൾ രാജൻ കരഞ്ഞു. തോക്ക് എവിടെയെന്ന് തനിക്കറിയില്ലെന്നും മർദ്ദനത്തിൽ വേദന സഹിക്കാതെ അങ്ങനെ പറഞ്ഞു പോയതാണെന്നും രാജൻ പറഞ്ഞു. അപ്പോൾ പുലിക്കോടൻ നാരായണൻ ബൂട്ട്സിട്ട കാലുകൊണ്ട് രാജന്റെ വയറ്റിൽ ചവിട്ടി. ഒരു നിലവിളിയോടെ രാജൻ പുറകോട്ട് മറിഞ്ഞു. നിലത്ത് വീണ് കൈകാലിട്ടടിച്ച് ഒന്ന് പിടഞ്ഞു. പിന്നെ രാജൻ അനങ്ങിയില്ല. മരിച്ചുവെന്നുറപ്പായപ്പോൾ പോലീസുകാർ ആദ്യമൊന്ന് പരിഭ്രമിച്ചു. പകൽ ഒരുത്തൻ കാഞ്ഞുവെന്ന് കാവൽ നിൽക്കുന്ന പോലീസുകാരൻ പറയുന്നത് കുട്ടികളിൽ ആരൊക്കെയോ കേട്ടു. അർദ്ധരാത്രി രാജന്റെ മൃതദേഹം ചാക്കിൽ കെട്ടി ജീപ്പിന് പിറകിൽ കയറ്റി. ജീപ്പിന്റെ ഹെഡ്ലൈറ്റുകൾ പ്രകാശിച്ചു. പിന്നെ ഇരമ്പമുയർന്നു. കത്തിച്ചു എന്നാണ് അറിഞ്ഞത്. അവൻ്റെ ഒരെല്ലിൻ കഷ്ണം പോലും കിട്ടാതിരിക്കാൻ പഞ്ചസാരയിട്ട് കത്തിച്ചു. ഏതോ കൊടുങ്കാടിൻ്റെ മധ്യത്തിൽ. കഥയാണ്. ക്യാമ്പിൽപ്പെട്ട കുട്ടികൾ കഥ പറയുന്നു. അവർക്കേറ്റ മർദ്ദനത്തിൻ്റെ മായാത്ത പാടുകൾ കാണിക്കുന്നു. എൻ്റെ വായിൽ ഉമിനീർ നിറഞ്ഞു. കണ്ണു കാണാതായി. കാതിൽ മുഴങ്ങുന്ന ചൂളം വിളി. ഒരു നിമിഷം എഞ്ചിനീയർ ബിരുദം തേടിയെത്തുന്ന എൻ്റെ മകനെ ഓർത്തു. എൻ്റെ പ്രതീക്ഷയുടെ സൂര്യൻ വെളിച്ചമണഞ്ഞു. അണഞ്ഞതല്ല, തല്ലിക്കെടുത്തിയതാണ്. ആരോ പറഞ്ഞു, പുലിക്കോടൻ നാരായണൻ ചവിട്ടിക്കൊല്ലുന്നതിനു മുൻപ് രാജൻ ജീവന് വേണ്ടി യാചിച്ചു. മക്കളെ, മതി, ഇനി കഥ വേണ്ട. ജീവന് വേണ്ടി യാചിച്ച എൻ്റെ മകൻ. അവൻ്റെ കുരുന്നുമുഖത്തെ ഭീതി മനസ്സിൽ വന്നു. കൈകൾ കുപ്പിപ്പിടിച്ച് അവൻ ജീവന് വേണ്ടി യാചിക്കയാണ്. കുഞ്ഞുമോനെ, ഒന്നിനും കഴിവില്ലാത്ത ഈ അച്ഛനോട് പൊറുക്കുക. ഞാൻ പൊട്ടിക്കരഞ്ഞു. കഥയുടെ ലോകം അകലുകയാണ്. ഓരോ അറിവിലും സത്യത്തിൻ്റെ മുഴക്കമുണ്ട്. വേട്ടക്കാർ വേട്ട തുടരുകയും ഇരകൾ കൈകൂപ്പി ജീവന് വേണ്ടി യാചിച്ചു നിൽക്കുകയും ചെയ്യുന്നു. ഈ വിഷയം നമ്മൾ അറിയുന്ന പത്രങ്ങളിലൊക്കെ വരിക. അതല്ലാത്തൊരു അന്തരീക്ഷം, അടിയന്തരാവസ്ഥ എന്ന് പറയുന്ന ഒരു അന്തരീക്ഷം ഞങ്ങൾക്ക് പരിചയമില്ലാത്തൊരു കാലവും കൂടിയാണല്ലോ. അപ്പൊ ആ ഒരു അന്തരീക്ഷം അമ്മ എങ്ങനെയാ ഓർക്കുന്നത്? ആ അന്തരീക്ഷം എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കഴിഞ്ഞതിന് ശേഷം മാത്രമേ എനിക്ക് മനസ്സിലായിട്ടുള്ളൂ. ഞാൻ എൻ്റെ ഞാൻ ISROയിലായിരുന്ന ഓഫീസും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ആയിരുന്നു വെച്ചാലും ഇത്രയും ഇത് മാരകമായിട്ടുള്ള ഇതാണെന്നുള്ളത് മനസ്സിലായത്. പിന്നെ കുറേ കാര്യങ്ങൾ നമ്മളോട് ഒളിച്ചിട്ടുണ്ടായിരുന്നു. ഈ പത്രങ്ങളൊന്നും എല്ലാവരും കാണില്ല. അങ്ങനെ ഒരുപാട് പത്രങ്ങളും ഉണ്ടായിരുന്നു ഇന്ന്. അപ്പം ഇതൊക്കെ അത് ഞാൻ അത്രമാത്രം അതിൻ്റെ ഭീകരത മനസ്സിലായില്ല. അതിൻ്റെ ഒരു ഇതായി ഒരു പ്രതീകമായി ഞങ്ങൾ
മാത്രം അതാണ് ഉണ്ടായത്. അതിനുശേഷമേ അന്നത്തെ ക്യാമ്പിൽ കൊണ്ടുപോയിട്ടുള്ള ആളുകളും, അതായത് സഹപാഠികളായിട്ടുള്ള രാജന്റെ തന്നെ സുഹൃത്തുക്കളും സഹപാഠികളൊക്കെ ഒരുപാട് പോലീസ് മർദ്ദനമൊക്കെ ഏറ്റിട്ടുള്ള ആളുകൾ ഉണ്ടായിരുന്നല്ലോ. അവരൊക്കെ പിന്നീട് സാക്ഷി പറയാനും കേസിലൊക്കെ മുത്തച്ഛനെ സഹായിക്കുകയും ചെയ്തിട്ടുണ്ട്. അവരൊക്കെ വീട്ടിൽ വരും, അമ്മയായിട്ട് പരിചയമൊക്കെ ഉണ്ടായിരുന്നു? ഇല്ല ഇല്ല, ചാലി എന്ന് പറഞ്ഞ ആളാണ് ഉണ്ടായിരുന്നത്. അത് അങ്ങേര് ബോംബെയിലാണ്. അങ്ങനെ പിന്നീട് ഇവിടെ വരിക അങ്ങനെ ഉണ്ടായിരുന്നു. പക്ഷെ എന്നാലും രാജന്റെ സഹപാഠികൾ കുറെ പേര് അച്ഛൻ മരിക്കുമ്പോഴും അല്ലെങ്കിലും അതിനു മുമ്പ് കർമ്മേന്ദ്രൻ എന്ന് പറഞ്ഞ ഫ്രണ്ട് ഇവിടെ ഉണ്ടായിരുന്നു. ഈ സെൻട്രൽ സ്കൂളിൽ തന്നെ മുതല് ഉള്ള ഫ്രണ്ട് ഉണ്ടായിരുന്നു. അവരൊക്കെ എപ്പോഴും ഇവിടെ വരാറുണ്ട്. ഒരു 5 or 6 പേര് മരിക്കുന്ന സമയത്തടക്കം വന്നിട്ടുണ്ടായിരുന്നു. അടിയന്തരാവസ്ഥ. ഇന്ത്യ ചരിത്രത്തിൽ 1975 ജൂൺ 22 അർദ്ധരാത്രി മുതൽ 1977 മാർച്ച് 21 വരെയുള്ള ദിവസങ്ങളെയാണ് അടിയന്തരാവസ്ഥയുടെ കറുത്ത ദിവസങ്ങൾ എന്ന് വിശേഷിപ്പിക്കാറുള്ളത്. യഥാർത്ഥത്തിൽ നമ്മുടെ നാട്ടിലെ നല്ല വിഭാഗം ജനങ്ങൾക്കും അടിയന്തരാവസ്ഥ എന്ന് പറഞ്ഞാൽ എന്താണ് എന്നോ അത് സാധാരണക്കാരന്റെ ജീവിതത്തെ എങ്ങനെയാണ് ബാധിക്കുക എന്നോ വലിയ വിവരമില്ലായിരുന്നു. അടിയന്തരാവസ്ഥ പല വിധത്തിലുള്ള സാഹചര്യങ്ങളിലാണ് പ്രഖ്യാപിക്കപ്പെടുക. വിദേശാക്രമണത്തെ നേരിടാൻ വേണ്ടി നടപ്പാക്കുന്ന അടിയന്തരാവസ്ഥ, സാമുദായിക രാഷ്ട്രീയ കലാപങ്ങളെ നേരിടുന്നതിന് വേണ്ടി നടപ്പാക്കുന്ന അടിയന്തരാവസ്ഥ. ഈ മാതിരി ലോകത്തിൽ വിഭിന്ന രാജ്യങ്ങളിൽ വിഭിന്ന രീതിയിലുള്ള അടിയന്തരാവസ്ഥകൾ നിലനിന്നിട്ടുണ്ട്. സാധാരണ ഒരു രാജ്യത്ത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുമ്പോൾ അത് ആ രാജ്യത്തെ മുഴുവൻ ജനങ്ങളെയും ബാധിക്കുന്ന പ്രശ്നത്തിലായിരിക്കും. എന്നാൽ ഇന്ത്യയിൽ പ്രഖ്യാപിച്ച അടിയന്തരാവസ്ഥ ഒരു വ്യക്തിയുടെ താല്പര്യം സംരക്ഷിക്കാൻ വേണ്ടി മാത്രം പ്രഖ്യാപിക്കപ്പെട്ടതാണ്. അന്നത്തെ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയായിരുന്നു. ആ തെരഞ്ഞെടുപ്പിൽ ഇന്ദിരാഗാന്ധി പരാജയപ്പെട്ടു. ഹൈക്കോടതിയും സുപ്രീം കോടതിയും അവരുടെ അപ്പീലുകൾ തള്ളി. ഇതേ തുടർന്ന് തന്റെ സ്ഥാനം രക്ഷിച്ചെടുക്കുന്നതിന് വേണ്ടി എല്ലാ അധികാരവും തന്നിൽ കേന്ദ്രീകരിക്കുന്ന അടിയന്തരാവസ്ഥ പ്രഖ്യാപനം ഇന്ദിരാഗാന്ധി നടത്തി. ഭാരതീയ ജനത യാതൊരു അല്ലലുമില്ലാതെ സുഖനിദ്രയിലാണ്ടിരിക്കുന്ന അവസരത്തിലാണ് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നത്. പിറ്റേന്ന് രാവിലെ ഉണർന്നെണീറ്റപ്പോൾ ഇന്ത്യൻ ജനത കണ്ടത് അന്ധകാരമയമായ ഇന്ത്യയായിരുന്നു. എല്ലാവിധ മനുഷ്യാവകാശങ്ങളും നിർദാക്ഷിണ്യം ഹനിക്കപ്പെട്ടു. ഈ ഇതിനെക്കുറിച്ച് പിന്നീട് ഒരുപാട് എഴുതപ്പെട്ടിട്ടുണ്ട്. അടിയന്തരാവസ്ഥയെ കുറിച്ച് പറയുമ്പോഴും പോലീസ് മർദ്ദനങ്ങളെ കുറിച്ച് പറയുമ്പോഴും ഭരണകൂടത്തിന്റെ ഭീകരതയെ പറ്റി പറയുമ്പോഴൊക്കെ ഈ ഒരു ഇൻസിഡന്റ് മെൻഷൻ ചെയ്യാതെ ചരിത്രത്തിൽ മുന്നോട്ട് പോകാൻ പറ്റില്ല. അപ്പൊ അത്തരത്തിലുള്ള സംഗതികളൊക്കെ വായിക്കാറും ഒക്കെ ചെയ്യാറുണ്ടായിരുന്നു? ഇല്ല, എനിക്കത് അങ്ങനെയുള്ള കാര്യങ്ങൾ ഞാൻ വായിക്കാറില്ല. ഇപ്പോഴും TV വരുന്ന ഒരുപാട് വാർത്തകൾ ഞാൻ കഴിയുന്നിടത്തോളം ഓഫ് ചെയ്യുക ചെയ്യാറ്. വാർത്ത കാണാതിരിക്കും ചിലപ്പോൾ. എനിക്ക് അങ്ങനത്തെ കേൾക്കാനും ഉള്ള ഇതും കൂടി പോവുകയല്ലേ ചെയ്യുക. അതുകൊണ്ട് തന്നെ പിന്നീടുള്ളൊരു ജീവിതത്തിലെ ഇപ്പൊ എന്താ പറയാ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു രാഷ്ട്രീയ പ്രതീകമായിട്ട് ഈ ഒരു ഇൻസിഡന്റും നമ്മൾ മാറുകയാണ്. പിന്നീടുള്ള ജീവിതത്തിനെ അതെങ്ങനെയാ ബാധിച്ചിട്ടുള്ളത്? അതെങ്ങനെയാ ബാധിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വേറെ ഒന്നും എനിക്ക് പറയാനില്ല. ഞങ്ങള് പിന്നെ ഒരു കുടുംബമായി, ജീവിതം ഇതായി. പിന്നെ മറ്റേ ഞാനും അനുജത്തിയാണല്ലോ. പിന്നെ അച്ഛൻ ഇതിൻ്റെ കേസും കാര്യങ്ങൾക്കൊക്കെ അച്ഛൻ പരമാവധി പറ്റുന്ന പോലെ അച്ഛൻ പോയി. പിന്നെന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ ഒരിക്കലും ഈ കേസ് കൊടുത്തത് ഞങ്ങൾക്ക് അനുജനെ കിട്ടാൻ വേണ്ടി മാത്രമായിരുന്നു. അതുകൊണ്ട് തന്നെ ഞങ്ങൾ എന്താ വെച്ചാൽ വേറെ നഷ്ടപരിഹാരം കിട്ടി. പിന്നെ ആ കിട്ടിയ തുക ഞങ്ങൾ അപ്പം തന്നെ എന്താണെന്ന് വെച്ചാൽ അന്ന് അച്ഛൻ്റെ എറണാകുളം ഹോസ്പിറ്റലിൽ കിടക്കുന്ന സമയത്താണ് ഇതിൻ്റെ ഓർഡർ വന്നത്. അപ്പം അച്ഛൻ പറഞ്ഞു, ഇത് ഞങ്ങൾക്ക് ഇത് വേണ്ട, ഈ പൈസ ഞങ്ങൾ അവിടെ ഒരു ബിൽഡിംഗ് പണിയാൻ, വാർഡ് ഉണ്ടാക്കാൻ. അങ്ങനെ അപ്പത്തെ അത് വാർഡിന് വേണ്ടി കുറച്ച് അധികം വിചാരിച്ചേക്കാളും പൈസ കൂടുതലായി. അത് കുറെ ഒക്കെ ഈ ഓൾഡ് സ്റ്റുഡൻസ് അവരൊക്കെ എടുത്തു. അങ്ങനെയൊക്കെ എടുത്തു. അതിന്റെ താക്കോൽ ദാനം ക്രിട്ടിക്കൽ കെയർ വാർഡ് അല്ലേ? അതെ, അതാണ് ഉണ്ടാക്കിയത്. അവിടെ പിന്നെ പോയിട്ടുണ്ടോ? പിന്നെ പോയിട്ടില്ല. ആ ഭാഗത്ത് കൂടെ പോകുമ്പോൾ ഫോട്ടോ ഒക്കെ നോക്കാറുണ്ട്. അത്രയേ ഉള്ളൂ. നഷ്ടപരിഹാര കേസിന്റെ വിധി പത്രങ്ങളിൽ വന്നയുടനെ അതിനെപ്പറ്റി അപൂർവം ചില കേന്ദ്രങ്ങളിൽ നിന്ന് അപ്രതീക്ഷിത പ്രതികരണമുണ്ടായി. പ്രധാനമായും എൻ്റെ ജ്യേഷ്ഠൻ രാമൻകുട്ടി വാര്യരിൽ നിന്നായിരുന്നു ഏറ്റവും വികാരവത്തായ പ്രതികരണം. പത്രവാർത്ത കണ്ട അന്ന് തന്നെ അദ്ദേഹം പരിഭ്രമിച്ച് എൻ്റെ അടുത്ത് ഓടിവന്ന് ക്രുദ്ധനായി
അതിലേറെ വേദനയോടെ അദ്ദേഹം ചോദിച്ചു, ഈശ്വര, നിനക്ക് രാജന്റെ രക്തം വിറ്റ് കിട്ടുന്ന പണം കൊണ്ട് വേണോ ജീവിക്കാൻ? ഇതെന്നെ വല്ലാതെ വേദനിപ്പിച്ചു. ഇതുവരെ ഈ കേസിന്റെ എല്ലാ നടത്തിപ്പിലും എന്നോടൊപ്പം നിന്ന് എന്നെ സഹായിച്ചിരുന്ന ജ്യേഷ്ഠനിൽ നിന്ന് ഇത്തരമൊരു പ്രതികരണം ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചിട്ടില്ല. നിറകണ്ണുകളോടെ ഞാൻ പറഞ്ഞു, ഈ പണം ഞാൻ എന്തിനായി വിനിയോഗിക്കും എന്നറിയുമ്പോൾ ഈ അസ്വാസ്ഥ്യം പോയി പോകും. മനസ്സില്ലാ മനസ്സോടെയെങ്കിലും ജ്യേഷ്ഠൻ ഒന്ന് തണുത്തു. 6 ലക്ഷം രൂപ കിട്ടിയതിൽ നിന്നും 1 ലക്ഷം രൂപ കോർട്ട് ഫീ ആയി ഗവൺമെന്റിലേക്ക് തിരിച്ചടക്കേണ്ടി വന്നു. 50,000 രൂപയോളം യൂണിവേഴ്സിറ്റിയിലും RECയിലും കേരള ഗവൺമെന്റിന്റെ യൂത്ത് ഫെസ്റ്റിവലിനായി ചില എൻഡോമെന്റുകൾ സ്ഥാപിക്കാനും ചിലവായി. 4 ലക്ഷം രൂപ കൊണ്ടാണ് സ്മാരകം പണി ആരംഭിച്ചത്. എറണാകുളം ജില്ലാ ആശുപത്രിയിൽ ഒരു വാർഡ് പണിയുകയായിരുന്നു എന്റെ ലക്ഷ്യം. അതായിരുന്നു ഞാൻ പത്രക്കാരെ അറിയിച്ചത്. ഇപ്പൊ അമ്മേന്റെ ഒരു ജീവിതം ഇപ്പൊ റിട്ടയർ ചെയ്തല്ലോ അല്ലെ? അതെ, റിട്ടയർ ചെയ്തിട്ട് കുറച്ച് കാലേ മാത്സ് ടീച്ചർ ആയിരുന്നില്ലേ? അതെ അതെ. ഞാൻ അച്ഛന്റെ മരണവും എന്റെ റിട്ടയർമെന്റും ഒരേ കൊല്ലം ആണ് ഉണ്ടായത്. 2006 മുത്തശ്ശൻ എപ്പോഴും ഞാനിവിടെ അവിടെ വീട്ടിൽ വരുന്ന സമയത്തൊക്കെ ഇങ്ങനെ സ്ഥിരമായിട്ട് വരുമ്പോ അപ്പൊ മുത്തശ്ശൻ എന്ന് പറയുന്നത് പടിഞ്ഞാറച്ചിറയിലേക്ക് നോക്കിയിട്ട് ഇരിക്കുന്ന ഒരാളായിട്ടാണ് എപ്പോഴും ആ ഒരു ചിത്രം ഭയങ്കര ഓർമ്മ നിൽക്കുന്ന ഒരു സംഗതിയാ. മുത്തശ്ശന്റെ ഒരു പ്രസൻസേ ഇപ്പൊ അങ്ങനെ ഒരു ചരിത്രത്തിലെ ഒരു ഐക്കണും കൂടിയിട്ടാണല്ലോ. അതെ, നമ്മൾ കാണുന്ന ഒരു രീതിയും കൂടിയാണ് ഞാൻ പറയണത് കേട്ടോ. അങ്ങനത്തെ ഒരാള് എങ്ങനെയായിരുന്നു എന്ന് ചോദിക്കുക. ഏറ്റവും അടുത്തറിയുന്ന ഒരാള് എന്നുള്ള രീതിയില് മുത്തശ്ശനെ എങ്ങനെയാ അനുഭവിച്ചിട്ടുള്ള? അത് പറഞ്ഞാല് ശരിക്കും ഒരാളെയും ഉപദ്രവിക്കില്ല എന്ന് മാത്രമല്ല, ഞങ്ങൾക്കൊന്നും ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കരുത്, അങ്ങനെയാണ് ആള് വിചാരിക്കുന്നത്. മാത്രമല്ല, എൻ്റെയൊക്കെ ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഈ പ്രശ്നങ്ങൾക്ക് എന്ത് കാര്യത്തിനും അച്ഛൻ ഒരാൾ മതി, എല്ലാതും സോൾവ് ചെയ്ത് എല്ലാ ഇതും. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ ഫോൺ വന്നുല്ലോ, മൊബൈൽ അല്ലെങ്കിലും മറ്റേ ലാൻഡ് ഫോൺ വന്നു. അപ്പോൾ വേണ്ട പോലെ എല്ലാ കാര്യങ്ങളും മന്ത്രിമാരെ വിളിച്ച് സംസാരിക്കാനും എല്ലാ കാര്യത്തിനും അങ്ങനെ എല്ലാ തരത്തിലും അച്ഛൻ ഞങ്ങൾക്ക് എന്ത് കാര്യം ഉണ്ടെങ്കിലും അച്ഛനോട് എത്ര എല്ലാവരും വയസ്സായവരോട് ഇതിനെ പോയി വയസ്സായ ആൾക്കാരോട് പറഞ്ഞിട്ട് കാര്യം അതങ്ങനെയല്ല, അച്ഛനോടാണ് ഞങ്ങളെല്ലാം പറയുക. അച്ഛനാണ് എല്ലാമായിരുന്നു. അതിനിടയിൽ അച്ഛൻ ഈ പ്രവർത്തനങ്ങൾ വേറെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ആളുകൾ വരവ്, അവര് പല ആളുകളുടെയും പുസ്തക പ്രകാശനം അത് ഒക്കെ ഉണ്ടാവാറുണ്ട്. ഇങ്ങനെ ഒരുപാട് എപ്പോഴും ഞാനത് കാരണം കൊണ്ട് ഞാൻ ആ വീട്ടിൽ അച്ഛന് ഞങ്ങൾക്കാണ് തന്ന വീടാണത്. ആ വീട്ടിൽ അച്ഛൻ ഇന്നും ഉണ്ടെന്നാണ് എൻ്റെ മനസ്സിൽ. അദ്ദേഹം ഒരു രക്ഷകനായിട്ട് എന്നും ഉണ്ട്. കുട്ടികളാണെങ്കിൽ അത് അതേപോലെ നോക്കി നടത്തുന്നുണ്ട്. എന്നും അവിടെ ഇരുന്ന് അതിന് ഒരു കോട്ടവും തട്ടാതെ അച്ഛൻ ഞങ്ങളെയൊക്കെ രക്ഷിച്ച് പോയിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം എപ്പോഴും. എനിക്ക് താല്പര്യം ഉണ്ടായിട്ടല്ല അവിടുന്ന് പോകുന്നത്. പിന്നെന്താ വെച്ചാൽ ചില സാഹചര്യങ്ങളെ കൊണ്ടാണ് പോകുന്നത്. അങ്ങനെ അച്ഛന് പടിഞ്ഞാറച്ചിറ ഇതും വലിയൊരു ഇതുള്ള കാര്യമായിരുന്നു. അവിടെ ഇരുന്നിട്ട് ബുക്ക് എഴുതിയതും ഒക്കെ. പിന്നെ ഞങ്ങളെ അങ്ങനെ കാര്യമായിട്ട് വിഷമങ്ങൾ അറിയിക്കില്ല ആളെ. അയ്യോ എനിക്ക് അങ്ങനെ തോന്നുന്നു ഇങ്ങനെ തോന്നുന്നു എന്ന് പറയില്ല. ഈ വിഷയത്തെ പറ്റിയിട്ട് എപ്പോഴെങ്കിലും ഒക്കെ പിന്നെ സംസാരിച്ചിട്ടുണ്ടോ രാജനെ കുറിച്ചോ? അങ്ങനെ സംസാരിക്കില്ല, ഞങ്ങളോട് സംസാരിക്കില്ല. ഞങ്ങൾ ഈ കണ്ടറിഞ്ഞിട്ട് ഉള്ളതേ ഉള്ളൂ, സംസാരിക്കില്ല. പിന്നെ നമ്മൾ വീട്ടിൽ വേറെ വല്ല ആൾക്കാരും വരുമ്പോൾ അവർ സംസാരിക്കണ കേട്ടാലേ ഞങ്ങളായിട്ട് അങ്ങനെ കാര്യങ്ങൾ അറിയും നമ്മൾ. അത് അത്രയേ ഉള്ളൂ, അല്ലാതെ ഇല്ലായിരുന്നു ഇന്നത് കാര്യങ്ങൾ ഇതൊന്ന് പറയലോ അങ്ങനെയൊന്നുമില്ല. പിന്നെ അച്ഛൻ ഞാൻ പറഞ്ഞില്ലേ, അച്ഛൻ്റെ അനിയനാണ് വലിയൊരു കമ്പനി ആയിട്ടുണ്ടായിരുന്നത്. അദ്ദേഹമായിട്ടാണ് എല്ലാം ഷെയർ ചെയ്യുക കാര്യങ്ങളൊക്കെ. പിന്നെ ഇവരൊക്കെ ഈ സ്റ്റുഡൻസും ഇവരൊക്കെ ഉണ്ടല്ലോ, ഇവരൊക്കെയാണ് അധികം. ഞങ്ങളെ ബുദ്ധിമുട്ടിക്കില്ല എന്നുള്ളതാണ് ഒരു കാര്യത്തിലും. കാര്യങ്ങൾ നഴ്സ് എന്തെങ്കിലും വെച്ചോളൂ, അല്ലാതെ പറ്റില്ല. വീട്ടിൽ പണിക്കുകയാണെങ്കിലും ഒക്കെ നല്ല ഇതിൽ വേണം എന്നുള്ളതാണ് ആൾക്ക്. ഈ മുത്തശ്ശനെ ഭയങ്കര സ്റ്റേൺ ആയിരുന്നല്ലോ. അതെ, ഭയങ്കര ഉറച്ച ബോധ്യങ്ങളുള്ള, രാഷ്ട്രീയമായിട്ടൊക്കെ ആണെങ്കിലും ഉറച്ച ബോധ്യമുള്ള, സത്യസന്ധമായ, അത് ഈ പുസ്തകം വായിക്കുമ്പോ തന്നെ അതിൽ പറയുന്ന ഒരു കാര്യം അതാണ്, സത്യമായിരിക്കുക, സത്യത്തിന് വേണ്ടി. അതെ, അതുകൊണ്ടാണ് നമുക്കതൊരു എപ്പോഴും അതൊരു അഭിമാനിക്കാനുള്ള കാര്യം അതാണ്. ഒരിക്കലും ഒരു നേരായ വഴി കൂടെ മാത്രമേ അങ്ങനെ നടന്നിട്ടുള്ളൂ. കക്കയം ക്യാമ്പിൽ വെച്ച് എൻ്റെ മകൻ ഏറ്റുവാങ്ങിയ പീഡനങ്ങളെക്കുറിച്ച് എഴുതുവാൻ
എനിക്ക് കരുത്തുണ്ടാവുമോ എന്നറിയില്ല. കക്കയം ക്യാമ്പിൽ ഹിറ്റ്ലറുടെ കോൺസെൻട്രേഷൻ ക്യാമ്പിനെ അനുസ്മരിപ്പിക്കുന്ന രീതിയിലുള്ള പീഡനമുറകളാണ് അരങ്ങേറിയത്. ഒരു തലമുറയുടെ ചിന്താപരമായ നൈതികതയെ മുഷ്ടി കൊണ്ട് തകർക്കാൻ കഴിയുമോ എന്നുള്ള തീർത്തും ജനാധിപത്യ വിരുദ്ധവും ഹൃദയശൂന്യവുമായ ഒരു പരീക്ഷണമാണ് ക്യാമ്പിൽ അരങ്ങേറിയത്. ജയറാം പടിക്കൽ എന്ന പോലീസ് ഓഫീസർ അതിൽ എത്രമാത്രം വിജയിച്ചു എന്ന് ചരിത്രം വിലയിരുത്തേണ്ട ഒന്നാണ്. എൻ്റെ മകനെക്കുറിച്ച് പറയുമ്പോൾ എൻ്റെ വാക്കുകൾ വൈകാരികമായ ഒരു വൻ കാറ്റിൽപ്പെട്ട് ഇടറിയേക്കാം. എൻ്റെ കൈകളിൽ തൂങ്ങി പിച്ചവെച്ച അച്ഛ എന്ന് ഇടവിട്ട് കൊഞ്ചിയ ഒരു പിഞ്ചു കുഞ്ഞായിരുന്നു രാജൻ എനിക്കെന്നും. അതുകൊണ്ട് എൻ്റെ വിലയിരുത്തലുകളിൽ പക്ഷപാതിത്വത്തിൻ്റെ ചെറിയ മുഴക്കങ്ങൾ ചിലർക്കെങ്കിലും ദർശിക്കാൻ കഴിഞ്ഞാൽ മകൻ നഷ്ടപ്പെട്ടു പോയ ഒരച്ഛൻ്റെ പകതിരിവില്ലായ്മയാണ് എന്ന് കരുതുക. കക്കയം ക്യാമ്പ് എന്ന് പറയുമ്പോൾ തലമുറകൾ ലജ്ജിച്ച് തലതാഴ്ത്തുന്നത് ഞാൻ കാണുന്നു. ജനാധിപത്യ കേരളത്തിന്റെ കൊടിക്കൂറയിൽ എക്കാലവും കണ്ണീരിൽ വിരിഞ്ഞൊരു പൂവ് വിടർന്നു നിൽക്കുമെന്നും ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. പലരും പറഞ്ഞുവെങ്കിലും കക്കയം ക്യാമ്പിനെ പറ്റി എൻ്റെ മരണം വരെ എനിക്ക് പറയാതിരിക്കാൻ വയ്യ. വാർദ്ധക്യത്തിൽ സമ്മാനമായി കിട്ടുന്ന അബോധാവസ്ഥയിലും കക്കയം ക്യാമ്പിനെ കുറിച്ച് തന്നെയാണ് ഞാൻ പറയുക. പോലീസ് പിടിച്ചുകൊണ്ടുപോയ രാജനെ പറ്റി യാതൊരു വിവരവും തരാൻ മുഖ്യമന്ത്രി അച്യുതമേനോൻ തൊട്ട് കായണ്ണ സർക്കിൾ ഇൻസ്പെക്ടർ ശ്രീധരൻ വരെ ആരും തയ്യാറായിരുന്നില്ല. ഞാൻ കൊടുത്ത ഹേബിയസ് കോർപ്പസ് ഹർജിയിലെ വിധിയനുസരിച്ച് അവനെ കോടതിയിൽ ഹാജരാക്കുന്ന കാര്യത്തിൽ ഗവൺമെന്റ് പരാജയപ്പെട്ടപ്പോൾ മാത്രമായിരുന്നു അവനെ പറ്റിയുള്ള യഥാർത്ഥ വിവരം ഞങ്ങൾക്കറിവാകുന്നത്. ഇക്കാര്യത്തിൽ അച്യുതമേനോനും കരുണാകരനും എന്നോട് കാണിച്ച ക്രൂരതയാണ് എന്നെ വല്ലാതെ വേദനിപ്പിച്ചത്. ഇവരൊന്നും നേരത്തെ അറിഞ്ഞിരുന്നില്ല എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അവരന്ന് അലങ്കരിച്ചിരുന്ന പദവി അലങ്കരിക്കുവാൻ അർഹരല്ലായിരുന്നു എന്ന് പറയുവാൻ ഞാൻ ഒട്ടും മടിക്കുന്നില്ല. പോലീസ് പിടിച്ചുകൊണ്ടുപോയ മകനെപ്പറ്റി യാതൊരു വിവരവും കിട്ടാതിരിക്കുക എന്നത് അവന്റെ മാതാപിതാക്കളെയും മറ്റുള്ളവരെയും എന്തുമാത്രം വേദനിപ്പിക്കുന്നതാണ് എന്ന് അനുഭവിച്ചവർക്കേ അറിയൂ. എന്നെ സംബന്ധിച്ചിടത്തോളം ശരീരത്തിൽ സൂചി കുത്തിയിറങ്ങുന്നത് പോലെ ഒരുതരം വേദന ഞാൻ എപ്പോഴും അനുഭവിച്ചിരുന്നു. ഭക്ഷണം കഴിക്കാനിരിക്കുമ്പോൾ ഞാൻ അവനെ ഓർക്കും. അപ്പോൾ ചോറിറങ്ങില്ല. ഉറങ്ങാൻ കിടന്നാൽ അവൻ്റെ ഓർമ്മകൾ എന്നെ വലയം ചെയ്യും. കഠിനമായ ചൂടിനാൽ കമ്പനം ചെയ്യുന്ന ഒരു കനം കുറഞ്ഞ ലോഹച്ചീള് പോലെ എൻ്റെ ആത്മാവ് എപ്പോഴും പിടഞ്ഞു. രാജനെ പിടികിട്ടാത്തത് എൻ്റെ കഴിവുകേടുകൊണ്ടാണെന്ന് പ്രിയപ്പെട്ടവർ വരെ പറഞ്ഞു. രാജനില്ലാത്ത സൗഹൃദ നിലയം പലർക്കും അസ്വസ്ഥജനകമായൊരു കാഴ്ചയായിരുന്നു. ഈ മൂപ്പര് ഹിന്ദി അധ്യാപകനായത് എങ്ങനെയാ, അതൊക്കെ പറഞ്ഞിട്ടുണ്ടോ? അയ്യോ, ഹിന്ദി അധ്യാപകനായത് പറഞ്ഞ ഒരു കഥയാണ്. അങ്ങേർക്ക് എല്ലാ വിഷയങ്ങളും നല്ലോണം പഠിക്കുമായിരുന്നു. അങ്ങേര് പഠിക്കുമായിരുന്നു എന്ന് പറഞ്ഞാൽ അങ്ങേര് 7ാം ക്ലാസ് കഴിഞ്ഞ് പഠിക്കാൻ പൈസ ഇല്ല, അങ്ങനെ നിർത്തി. പിന്നെ അദ്ദേഹം എന്ത് ചെയ്തു വെച്ചാൽ കുറച്ച് കാലം കഴിഞ്ഞപ്പോൾ ഇവിടെ അച്ഛൻ്റെ ജ്യേഷ്ഠൻ ഒരാളുണ്ടായി, ഞാൻ കണ്ടിട്ടില്ല. അങ്ങേര് ഈ ഇവിടുത്തെ വെലങ്ങൻസ് ഇതില്ലേ, പുറനാട്ടുകര, അവിടുത്തെ അധ്യാപകനായിരുന്നു. അങ്ങേര് കൊണ്ടുപോയി 7ാം ക്ലാസ് കഴിഞ്ഞ് പഠിപ്പിച്ച സയൻസ് വിഷയങ്ങളൊക്കെ നല്ല മാർക്കായിരുന്നു. പിന്നെ അത് കഴിഞ്ഞപ്പോൾ പഠിപ്പിക്കാൻ പറ്റാത്തതുകൊണ്ട് അച്ഛൻ എന്ത് ചെയ്തു വെച്ചാൽ പിന്നെ ഈ വിദ്വാൻ വരെ പഠിച്ചു, ഹിന്ദി വിദ്വാൻ പഠിച്ചു. ഈ ഈക്വലൻ ടു MA ആണല്ലോ അത് അന്ന്. അത് കഴിഞ്ഞിട്ട് പിന്നെ അത് ഇങ്ങനെയൊക്കെയാണ്. ഞാൻ മുഴുവൻ അങ്ങനെ അറിയില്ല വെച്ചാൽ ഞാൻ കേട്ടിരിക്കുന്നത് അങ്ങനെയാണ്. പിന്നെ സെൻറ് തോമസിൽ മാഷായ സമയത്താണ് തോന്നുന്നു ഞാനൊക്കെ ജനിച്ചിരിക്കണേന്നാണ് തോന്നണ എനിക്ക്. BA പാസ്സായി, തന്നെ പ്രൈവറ്റായിട്ട് BA ഹിന്ദി അല്ലാണ്ട് വേറെ ഒന്നും അപ്പം പറ്റൂല. പിന്നെ അത് കഴിഞ്ഞ് MA പാസ്സായി. അപ്പോൾ MA പാസ്സായത് ഞാൻ റിസൾട്ട് വന്നത് അന്നൊക്കെ ഒരു ഫോൺ ചെയ്തിട്ട് ഒരാൾ പറയാമല്ലോ, ചന്ദ്രഹാസൻ സാറ്, പ്രൊഫസർ അങ്ങേര് വന്നപ്പോൾ ഞാനാണ് വീട്ടിലുള്ളത്. പിന്നെ അച്ഛനോട് പറയൂട്ടോ, അപ്പോഴാണ് ഞാൻ അറിയുന്നത് 4ാം ക്ലാസ്സിൽ പഠിക്കുക. ഇതിൽ നല്ല മാർക്കുണ്ട് MAക്ക് പറഞ്ഞോളൂ. ഞാൻ പിന്നെ അച്ഛൻ എപ്പോഴാണ് വന്നുവെച്ചാൽ അപ്പം പറയുക. അത്രയും ഇതൊന്നും ഇതിൻ്റെ സീരിയസ്നെസ് ഒന്നും അന്ന് അറിയില്ലായിരുന്നു. അങ്ങനെയായിരുന്നു. അപ്പം ഞാനെപ്പോഴും വിചാരിക്കാറുള്ളത് എന്താ, അപ്പം അച്ഛൻ ശരിക്കും പറഞ്ഞാൽ കോളേജിൽ പഠിച്ചിട്ടില്ല, പഠിപ്പിച്ചിട്ടേ ഉള്ളൂ ശരിക്കും. അപ്പം എൻ്റെ മനസ്സിൽ എപ്പോഴും ഞാൻ പറയുന്നത് വെച്ചാൽ ഇതൊക്കെ ഈ തിരുവള്ളക്കാവിൽ ശാസ്താവിൻ്റെ ഒരു കടാക്ഷമാണ്. ഞങ്ങളുടെ ഇതിൽ ഞങ്ങൾ ഈ മാല കെട്ടുക, അമ്പലത്തിൽ മാല കെട്ടിയിരുന്നൂടെ, ഇതിനെ വെറുതെ ഈ 4
പൈസ കിട്ടണതാ, എന്തെങ്കിലും ഇത് കിട്ടണതാ എന്നൊക്കെ പറയാന്ന്. അപ്പൊ അങ്ങനെ ഉള്ള ഈ മാല കെട്ടിയിട്ടും എഴുത്തിനിരുത്തല്, ഇതാണ് വേറൊരു. എന്നാൽ അദ്ദേഹം വലിയ കാര്യമായിട്ട് വിശ്വാസിയായിരുന്നോ? വിശ്വാസിയല്ല, അതാണ് വിശ്വാസി ഞങ്ങളുടെ അടുത്ത് പ്രകടിപ്പിക്കുന്നില്ല. ഇനി എങ്ങനെയാണ് ഉള്ളിലെന്നുള്ളത് മുഴുവൻ നമുക്ക് പറയാൻ പറ്റില്ല. ഏതെങ്കിലും ദുർബല നിമിഷത്തിലൊക്കെ അദ്ദേഹം എന്തെങ്കിലും ഇതായിട്ടുണ്ടോ എന്നുള്ള അറിയില്ല നമുക്ക്. അങ്ങനെയൊക്കെയാണ്. രാജനെ മരണത്തിന് വിട്ടുകൊടുത്ത പോലീസ് ഓഫീസർമാരോട് പകയുണ്ടോ എന്നൊരു ചോദ്യം ഞാൻ നേരിട്ടിട്ടുണ്ട്. യഥാർത്ഥത്തിൽ എന്നെ സംശയത്തിലേക്ക് വലിച്ചു താഴ്ത്തിയ ഒരു ചോദ്യമായിരുന്നു അത്. തികഞ്ഞ ഹിന്ദുമത വിശ്വാസത്തിന്റെ പരിസരത്തിലാണ് ഞാൻ വളർന്നത്. പൂജയും ക്ഷേത്രവും ആചാരങ്ങളും കാവൽ നിന്ന ഒരു വാര്യത്ത് പിറന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം പക തോന്നുക എന്നത് പലപ്പോഴും അസ്വാഭാവികം തന്നെയാണ്. ടെലിവിഷനിൽ പുലിക്കോടൻ നാരായണന്റെ ചിത്രം കാണുമ്പോൾ ചടുലമായ വാദഗതികൾ ഉയർത്തി പിരിച്ചുവെച്ച മീശത്തുമ്പ് വിറപ്പിച്ച് അദ്ദേഹം സംസാരിക്കുമ്പോൾ പലപ്പോഴും പകയുടെ ഒരു മിന്നലാട്ടം എൻ്റെ ഹൃദയത്തിൽ സ്ഫുരിച്ചിട്ടുണ്ട്. എൻ്റെ മകൻ നേരിട്ട നിസ്സഹായമായ നിമിഷങ്ങൾ അപ്പോൾ എൻ്റെ നെഞ്ചിൽ അലയടിച്ചെത്തും. അറിയാത്ത ഒരു ക്ഷോഭത്തിൽ ഞാൻ എൻ്റെ മഹാനഷ്ടത്തിൻ്റെ കണക്കെടുപ്പ് നടത്തും. എല്ലാം മറന്നുവെന്ന് വിചാരിക്കുമ്പോൾ ഞാൻ കൂടുതൽ ഓർക്കുന്നു. മരണക്കിടക്കയിൽ കിടന്നുകൊണ്ട് രാജന്റെ അമ്മ ചോദിച്ചത് നിങ്ങൾക്ക് അവൻ്റെ കാര്യത്തിൽ ശ്രദ്ധയില്ല എന്നാണ്. ഒരു കുതിരയെപ്പോലെ നാട് മുഴുവൻ ഓടി നടന്ന് വ്യർത്ഥമായി ദിവസങ്ങൾ തള്ളിയ ഒരച്ഛൻ്റെ മുഖച്ഛായ എനിക്ക് വരുന്നു. കക്കയം ക്യാമ്പിലെ ഓരോ ദിവസം കൊഴിയുമ്പോഴും രാജനെ മോചിപ്പിക്കാനാവാത്ത നിസ്സഹായനായ ഒരച്ഛനോട് അവൻ്റെ അമ്മ ചോദിച്ചത് ഏറ്റവും അർത്ഥവത്തായ ഒരു ചോദ്യം തന്നെയായിരിക്കണം. ഇപ്പൊ എങ്ങനെയാ അമ്മേന്റെ ജീവിതം? ഭയങ്കര അക്ഷരശ്ലോക സദസ്സുകളിലൊക്കെയാണെന്നൊക്കെ കേട്ടല്ലോ, ആണോ? ഒരു നേരം പോക്ക് എന്നുള്ള രീതിയിൽ അത് എൻജോയ്മെന്റ് അത്രേ ഉള്ളൂ. അല്ലാതെ അതിലെ എക്സ്പെർട്സ് ആദ്യമൊക്കെ ഞാൻ ട്യൂഷനൊക്കെ എടുത്തിരുന്നു. പിന്നെ അത് ആർക്കും അത്ര വേണ്ടാന്ന് തോന്നി. പിന്നെ ഇപ്പൊ ഞാൻ എൻ്റെ ഒപ്പമുള്ള എൻ്റെ ഫ്രണ്ട്സ്, എൻ്റെ കസിൻസ്, അതായത് അച്ഛൻ്റെ പെങ്ങളുടെ മക്കളൊക്കെ ഞങ്ങൾ ഒരുമിച്ച് വളർന്ന ആൾക്കാരാണ്. അപ്പൊ എല്ലാവരും കൂടി ഇതൊക്കെ പഠിച്ച് കുറേശ്ശെയായിട്ടൊക്കെ പഠിച്ച് കുറച്ച് ഇതില് ഓരോ മനക്കൊരു ചില. പിന്നെ പഠിച്ചതാണോ? ഇതിന് ശേഷം പഠിച്ചതാണോ? ഞങ്ങൾ ഈ കൊറോണ സമയത്ത് മുതൽ. അങ്ങനെയാണ്. കൊറോണ സമയം ഉണ്ടായില്ലേ, അന്ന് മുതൽ ഈ ഒക്കെ ഓൺലൈനായിട്ട് അപ്പൊ പഠിച്ചതാണ് ഞാൻ. അങ്ങനെയാ ഞാൻ പഠിച്ചിരിക്കുന്നത്. അന്ന് ഒരു പ്രൊഫസർ, ഒരു ശ്രീജ ടീച്ചർ, സംസ്കൃതം പട്ടാമ്പി കോളേജിലെ പ്രൊഫസറാണ്. അങ്ങേര് അവര് മറ്റേ കുറേ ശ്ലോകങ്ങൾ, 250 ശ്ലോകം ഞങ്ങക്ക് ഒരു കവന കുതൂഹലം അപ്പൊ അതിൽ കൂടി ഇട്ട് തന്നു. അപ്പൊ ഞങ്ങൾ എന്ത് ചെയ്തു, ഞങ്ങള് 4 മണിക്ക് എല്ലാവരും ഒരു ഇതിൽ കൂടി ഞങ്ങൾ ഓൺലൈനായിട്ട് ഞങ്ങളിരുന്ന് പഠിക്കും. പിന്നെ വേറെ ഒരു മനക്കിന് പോയിട്ട് അവിടെയും ശ്ലോകം ചെല്ലാൻ പോവുക. സൗഹൃദം എന്നൊരു ഗ്രൂപ്പുണ്ട് അവിടെ, ശ്രീദേവി ടീച്ചർ. ആ ടീച്ചറുടെ അടുത്ത് പോവും, മാസത്തിലൊരിക്കൽ അവിടെയും ശ്ലോകം ചെല്ലാൻ പോവും. ഇപ്പോഴും ഉണ്ടോ? പോവാറുണ്ട്. എല്ലാ മാസവും ഒരു പ്രാവശ്യം ഉണ്ടാവും അവരുടെ അടുത്ത് ശ്ലോകം. 4 മണിക്ക് എല്ലാ ദിവസവും ഉണ്ട്. അപ്പൊ ഇന്നും ഉണ്ട് 4 മണിക്ക്. അതൊരു എൻജോയ്മെന്റ് ആണ്. മാത്രമല്ല അത് വെറുതെ ശ്ലോകം ചെല്ലു മാത്രമല്ല, എല്ലാവരും കൂടി കാണലും കൂടിയാണല്ലോ. ഞങ്ങളുടെ ആൾക്കാർ തന്നെ ഒക്കെ ഇതാണല്ലോ. അവരൊക്കെ ആയിട്ട് ഞങ്ങൾക്ക് അത്രയും അടുപ്പമുണ്ട്. ഒക്കെ ഒരേ വീട്ടിൽ താമസിക്കുന്ന പോലെയാണ്. അച്ഛൻ്റെ മറ്റേ പെങ്ങളുടെ മക്കളൊക്കെ ഞങ്ങൾ മഹാരാജസിലൊക്കെയാണ് പഠിച്ചിരിക്കുന്നത്. അപ്പൊ എല്ലാവരുമായിട്ട് അങ്ങനെ ഒരു ശ്ലോകം ചെല്ലുക. ഒരു ശ്ലോകം ചെല്ലുക എന്ന് പറഞ്ഞാല് എന്നെ ഏറ്റവും അധികം സ്വാധീനിച്ച ശ്ലോകം, എൻ്റെ അച്ഛൻ തന്നെ, അച്ഛനാണ് ഞങ്ങളെയൊക്കെ എഴുത്തിലിരുത്താറ്. അങ്ങനെ അച്ഛൻ തന്നെയാണ് എന്നെയും എഴുത്തിലിരുത്തിക്കുന്നത്. അപ്പം 51 പണ്ടൊരു പിടിമണലിൽ കൈവിരൽ ചേർത്തു വെച്ചിട്ടിമ്പം പൂണ്ടച്ഛനെന്നെ പരിചിനോട് എഴുതിപ്പിച്ചതോർമ്മിച്ചു വീണ്ടും. അമ്പോ പൗത്രിക്കു ഞാൻ ആ പഴയ കഥകളിന്നോർമ്മ വച്ചോതിടുമ്പോൾ വമ്പത്തിക്കത്ഭുതം. ഹാ മണലിലെഴുതുമോ കൈവിരൽ നോവുകില്ലേ. ഇത്
അങ്ങനെ പൗത്രിമാർ ചോദിക്കുമ്പോഴേ എൻ്റെ പൗത്രി ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. മണലെഴുതി ഞങ്ങളിപ്പോ നമ്മള് വിദ്യാരംഭത്തിന് മണലെഴുതിക്കാറുണ്ട്. അങ്ങനെ അത് എപ്പോഴും മറ്റേ അച്ഛനെ ഓർമ്മിക്കാനും കൂടിയുള്ളതാണ്. പണ്ട് പണ്ട് പഠിപ്പിച്ചൊക്കെ തരുമായിരുന്നോ അച്ഛൻ? അച്ഛന് അത്യാവശ്യം അത്രയേ ഉള്ളൂ. അധികം നമ്മള് തന്നെ പഠിക്കില്ല. അന്ന് തന്നെ ഇരുന്ന് പഠിക്കാല്ല. അച്ഛനായിട്ട് അങ്ങനെ പഠിപ്പിക്കണ ഇതൊന്നും കുറച്ച് കുറവായിരുന്നു. പക്ഷെ ഒരു നോട്ടൊക്കെ കിട്ടിയ വലിയ കാര്യമാണ് അച്ഛൻ്റെ കേട്ടോ. അത് വളരെ സിമ്പിളാണ്. അങ്ങനെ അപ്പൊ ഞാൻ സെക്കൻഡ് ലാംഗ്വേജ് BA ഹിന്ദി ആയിരുന്നു, BSc. അപ്പൊ അങ്ങനെ അത് ആയിരുന്നു. പക്ഷെ പണ്ട് അങ്ങനെ വലിയ പഠിപ്പിക്കലും അന്ന് പഠിപ്പിക്കലും കുറവായിരുന്നല്ലോ. ട്യൂഷനൊക്കെ വെക്കാറുണ്ട് ഇടയ്ക്ക് ഞങ്ങൾക്ക്. അത്രയേ ഉള്ളൂ. അല്ല അച്ഛൻ്റെതായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ നടക്കും. അങ്ങനെയൊക്കെ ആയിരുന്നു. അമ്മയും പാടുമായിരുന്നു, രാജനും പാടുമായിരുന്നു എന്നല്ലേ? നിങ്ങള് പാടുമായിരുന്നില്ല? അമ്മ പാടുമായിരുന്നില്ല? എനിക്ക് മഞ്ജുത്തിക്ക് അതിന്റെ അടുത്ത് പോലും ഇല്ല. അമ്മ അവിടെ തന്നെയായിരുന്നു അല്ലെ? എറണാകുളത്ത് തന്നെയായിരുന്നു അല്ലെ? എറണാകുളത്ത് തന്നെയായിരുന്നു, വീട്ടിൽ തന്നെയായിരുന്നു. പിന്നെ ശ്രീവിഹാറിൽ ഞങ്ങൾ താമസാക്കിയതിനു ശേഷം, വീട്ടിൽ താമസാക്കിയതിനു ശേഷം അമ്മ എറണാകുളത്ത് അനുജത്തിനടുത്ത് തന്നെയായിരുന്നു. പിന്നെ അമ്മയാണ് ആദ്യം മരിച്ചത്. അപ്പൊ ഞങ്ങൾ പോയി അവിടെ നിന്ന്. അപ്പോഴും അച്ഛൻ കുറേ കാര്യങ്ങൾ അച്ഛനോട് കംപ്ലൈന്റുകൾ പറയായിരുന്നു അമ്മ. അതൊക്കെ ഉണ്ടായിരുന്നു. രാജന്റെ എന്താ രാജ എന്താ കല്യാണം കഴിപ്പിക്കാറായി എന്നൊക്കെ പറയായിരുന്നു. ഞാനൊരിക്കൽ പോയി കണ്ടിട്ടുണ്ട്. ഞാനും സബിതയും കൂടെ പോയിട്ട് എറണാകുളത്ത് പോയി കണ്ടിട്ടുണ്ട്. അപ്പോഴും പറഞ്ഞു രാജന്റെ കല്യാണാണ്. അതെ അതെ, അങ്ങനെ പറയും. ഇതൊന്നും വെച്ചിട്ടല്ല, ഇതൊന്നും അല്ല, സോപ്പ് എന്താണ് സോപ്പ് എന്തോ ഒരു ഇത് പറഞ്ഞു. ഇതൊന്നും അല്ല അവിടെ നടത്തേണ്ടത് എന്നൊക്കെ പറഞ്ഞത്. എന്തോ ഒരു വിശേഷ അച്ഛന്റെ സപ്തതിയൊക്കെ നടത്തി അന്നാണ് പറഞ്ഞത്. ഇപ്പൊ ഈ 50 വർഷം കഴിയുമ്പോഴേ അതൊരു വലിയ കാലയളവാണല്ലോ. അതെ, അരനൂറ്റാണ്ട് എന്ന് പറയുന്ന ഒരു വലിയ കാലമാണ്. നമ്മളുടെ മൊത്തത്തിലുള്ള അന്തരീക്ഷത്തിൽ മുഴുവനെ ഈ ഒരു സംഭവം മെൻഷൻ ചെയ്യാതെ നമ്മൾ മുന്നോട്ട് പോവുകയില്ല. അപ്പൊ ഞാൻ ചോദിക്കുക, എന്താ തോന്നുന്നത് ഇപ്പം? എന്താ തോന്നണേന്ന് പറഞ്ഞാലേ, ഞങ്ങൾ കുറേ കാലം അച്ഛൻ മരിക്കണ വരെ തന്നെ ഇത് മാത്രമേ ഞങ്ങൾക്ക് ഉണ്ടായിരുന്നുള്ളൂ. കാര്യം പറഞ്ഞു ചിലപ്പോൾ ഞങ്ങൾക്ക് പറഞ്ഞാൽ 49 കൊല്ലം. ഞങ്ങള് മാർച്ച് 1 76. അതെ. അപ്പോൾ അതുവരെ അങ്ങനെ തന്നെയായിരുന്നു. ഇപ്പോഴും ഞങ്ങൾ പിന്നെ അതിങ്ങനെ മറക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുക. എത്രയായാലും നമുക്കത് മറക്കാൻ പറ്റില്ല. എത്രയായാലും എന്നും ഏത് കാലത്തായാലും ഇത് ഓർമ്മയുണ്ടാവും ഇത്. അതുകൊണ്ടൊക്കെ കൂടിയാണ് ഇനി ഇത് മനില അതുകൊണ്ട് മാത്രമാണ് എനിക്കിനി വേറെ ആരും ഇതെന്നെ അപ്രോച്ച് ചെയ്യരുത് ഇതിനുണ്ട്. കാരണം ഇതെനിക്ക് പറയാനുള്ള വിഷമം ഒന്ന്, അതിനെപ്പറ്റി ഓർക്കാനുള്ള വിഷമം. ഇത് പറയണമെന്നുണ്ടെങ്കിൽ നമ്മൾ നല്ലോണം ഓർക്കണമല്ലോ. അപ്പം അതും ഒരു വലിയ വിഷമമാണ്. പിന്നെ ഒരു കാര്യം കൂടി പറയാനുള്ളതെന്ന് വെച്ചാൽ, അദ്ദേഹത്തിൻ്റെ കൂടെ അന്നത്തെ കാലത്ത് അച്ഛൻ 76 റിട്ടയർ ചെയ്യുമ്പോൾ ഉണ്ടായിരുന്ന ആളുകൾക്ക് വിചാരിച്ച പോലെ സെൻഡ് ഓഫ് ഒന്നും നടത്താൻ പറ്റിയില്ല. പിന്നെ അദ്ദേഹത്തിൻ്റെ ശിഷ്യൻ ആയിട്ടുള്ള ഈ ആർസു ഒരു ലേഖനം എഴുതിയതിനെ തുടർന്ന് 100ാമത്തെ പിറന്നാൾ, അദ്ദേഹത്തിൻ്റെ 100ാമത്തെ പിറന്നാൾ 2 കൊല്ലം മുമ്പ് ആഘോഷിച്ചു. കോളേജിൽ ഹിന്ദി വിഭാഗം ആഘോഷിച്ചു. അന്ന് അദ്ദേഹത്തിൻ്റെ ഒപ്പമുള്ള സഹപ്രവർത്തകരൊക്കെ അദ്ദേഹം ആളെപ്പറ്റി പറയണമൊക്കെ കൂടി കേട്ടപ്പോഴാണ് എനിക്ക് ഒന്നുകൂടി എങ്ങനെയൊക്കെ ആയിരുന്നു അന്നത്തെ കാര്യങ്ങൾ. അന്ന് ഇത് നടക്കുന്ന സമയത്ത് ആണ് ഇതൊക്കെ ഉണ്ടായത്. അപ്പം അതൊക്കെ കേട്ടപ്പോൾ ഉള്ള വാത്സല്യവും അവരോട് ഓരോരുത്തരും ഉള്ള വാത്സല്യവും ഒക്കെ അന്ന് പറയണ കേട്ടപ്പോൾ ആണ് നമ്മൾ അറിഞ്ഞത്. പിന്നെ സെൻഡ് ഓഫ് നടത്താൻ പറ്റിയില്ല എന്നുള്ള കാരണം കൊണ്ടാണ് അവർ ഈ 100ാം പിറന്നാൾ ഇത്ര ആഘോഷമായിട്ട് നടത്തിയത്. അതിന്റെ ഈ പ്രശ്നങ്ങളുടെ ഇടയിലായിരുന്നു. 76 മാർച്ചിലായിരുന്നു 1-ാം തീയതി ആയിരുന്നു പിടിച്ചത്. 31-ാം തീയതിയാണ് റിട്ടയർമെന്റ്. മുത്തശ്ശൻ പോയിട്ട് ഇപ്പൊ കുറച്ചു കാലമായില്ലോ. ഇപ്പോഴും ഈ പറയുന്ന ആളുകളൊക്കെ വിളിക്കുകയും കോണ്ടാക്ട് ഒക്കെ ഉണ്ടോ? വിളിക്കലും കോണ്ടാക്ട് ഒക്കെ ഉണ്ട്. ഓരോ സംഭവങ്ങൾ വരുമ്പോ കൂടുതലായിട്ട്
ഉണ്ടാവും. അപ്പോൾ നീ 100-ാം പിറന്നാൾ വന്നപ്പോൾ അതെ. മാത്രമല്ല എനിക്ക് ഈ അപ്പൂട്ടൻ വള്ളിക്കുന്നിൻ്റെ അടുത്ത് വളരെയധികം ബഹുമാനമുള്ള ഒരു ഇതാണ്. അദ്ദേഹം അച്ഛനുള്ള സമയത്ത് എപ്പോഴും വീട്ടിൽ വന്ന് എന്നെ ഒരുമിച്ച് ഇവർ കൂടലൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഞാൻ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയി ഇന്നാൾ ഒരിക്കൽ ഞാൻ കണ്ടു. അങ്ങനെ എല്ലാവരുമായിട്ടും ഉള്ള അടുപ്പം കുറേയൊക്കെ ഉണ്ട്. നല്ല പകയുണ്ടോ എന്ന ചോദ്യത്തിന് എനിക്ക് ഉത്തരമില്ല. പക്ഷേ ലോകത്തിനോട് ഒരു ചോദ്യം ഞാനിപ്പോഴും ബാക്കിയാക്കുന്നു. എൻ്റെ നിഷ്കളങ്കനായ കുഞ്ഞിനെ മരിച്ചിട്ടും നിങ്ങൾ എന്തിനാണ് മഴയത്ത് നിർത്തിയിരിക്കുന്നത്? ഞാൻ വാതിലടയ്ക്കുന്നേയില്ല. പെരുമഴ എന്നിലേക്ക് പെയ്തു വീഴട്ടെ. ഒരു കാലത്തും വാതിലുകൾ താഴിടാനാവാത്ത ഒരച്ഛനെ അദൃശ്യനായ എൻ്റെ മകനെങ്കിലും അറിയട്ടെ.